ഹായ് ഹലോ ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണോ? മക്കളെ ഓഡിബിൾ ആണോ എന്ന് പറഞ്ഞേ. Yes, sir. Audible ആണ്. ഓക്കെ, ബാക്കിയുള്ളവരെവിടെ? ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചേ. ഓക്കെ, ചോദിച്ചോക്കെ. എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യാൻ പറ. ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേ. ഹലോ 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 പറ. Sir. Yes, sir. ഓക്കെ, ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞ 2-3 ക്ലാസ് ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി എന്താണ് എടുത്തിട്ടുണ്ടായിരുന്നത്? കഴിഞ്ഞ 4 ക്ലാസ് അല്ലേ? കഴിഞ്ഞ 4 ക്ലാസ്സിൽ നമ്മൾ എന്താ എടുത്തിട്ടുണ്ടായിരുന്നേ? ജസ്റ്റ് ഒന്ന് റിപ്ലൈ തന്നെ. ബിസിനസ് എത്തിക്സും പിന്നെ levels that encourage unethical behavior. ഓക്കെ. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് 2 ടോപ്പിക്കിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ബിസിനസ് എത്തിക്സും പ്രൊഫഷണൽ എത്തിക്സും. ഒരു പ്രൊഫഷനിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള എത്തിക്സ്, അതിലെന്ത് ചെയ്തു? IMA പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ്സും പിന്നെ പ്രിൻസിപ്പിൾസും നമ്മൾ പറഞ്ഞു. ഫ്രോഡ് ട്രയാങ്കിളിനെ കുറിച്ച് പറഞ്ഞു. ഫ്രോഡ് നടക്കാതെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. സജഷൻസ് ഫോർ എന്തിനുള്ള സജഷൻസാ? റെഡ്യൂസ് ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ്. ഫ്രോഡുലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. നമ്മൾ ഇന്നേക്ക് വേറൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? എന്തായിരുന്നു? വേറൊരു കാര്യം കൂടി ചെയ്യാൻ വേണ്ടിയിട്ട്. Presentation. അതെ, പ്രസന്റേഷൻ. ഓക്കെ, ആരായിരുന്നു ഫസ്റ്റ് പ്രസന്റേഷൻ? പറ, ആരായിരുന്നു? എനിക്ക് ആ ഓർഡർ ഓർമ്മയില്ല.
എങ്ങനെയായിരുന്നു ഓർഡർ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. നന്ദന. നന്ദനയാണ് ഫസ്റ്റ്. ഓക്കെ 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 ഓക്കെ. നന്ദനയുടെ ടോപ്പിക് ഏതായിരുന്നു? നന്ദനയുടെ കേൾക്കുന്നില്ല വോയിസ്. സാർ പ്രസന്റേഷൻ ഇന്ന് തന്നെ എല്ലാവരുടെയും ആണോ? എങ്ങനെ? പ്രസന്റേഷൻ ഇന്ന് തന്നെ ആയിരിക്കും എല്ലാവരുടെയും? അല്ല, ഓരോ ദിവസം ഓരോരുത്തർക്ക് അങ്ങനെയല്ലേ പറഞ്ഞു. നന്ദന വോയിസ് കേൾക്കുന്നില്ലല്ലോ. ഇല്ല, കേൾക്കുന്നില്ല, ഓഡിബിൾ അല്ല. നന്ദന ജോയിൻ ഓഡിയോ കൊടുത്തിട്ടുണ്ടോ? ഓഡിയോയില് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടോ ഓൾറെഡി? കേൾക്കുന്നില്ല. നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യാം? നിങ്ങളുടെ അടുത്തൊക്കെ ലാപ്പല്ലേ? ലാപ്പാണോ ഉള്ളത് അതോ ഫോണിലാണോ? നിങ്ങൾ ഓരോരുത്തരും എങ്ങനെ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞേ. ലാപ്പാണ് സർ. ഓക്കെ, ലാപ്പാണ് ഒന്നുകൂടി നല്ലത്. ഓക്കെ, ലൈക്ക് ഇവിടെ സ്ക്രീന് ഷെയർ ചെയ്യുമ്പോൾ ലാപ്പിൽ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രസന്റേഷൻ നടത്താം. ഓക്കെ, നന്ദനന്റെ ഓഡിബിൾ അല്ലല്ലോ, എന്ത് പറ്റി? ഇനി ഒന്ന് സംസാരിച്ചു നോക്കിയേ. ഓഡിബിൾ അല്ല, സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓഡിബിൾ അല്ല. അപ്പൊ എന്താ പറ്റിയേ? നന്ദന എന്താ പറ്റിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടെ, എന്താ സംഭവം എന്നുള്ളത്. എന്താ പറ്റിയേ? ജസ്റ്റ് ഒന്ന് നന്ദനക്ക് ഒന്ന് മെസ്സേജ് അയച്ചു നോക്കി, എന്താ സംഭവം എന്നുള്ളത്. നന്ദന ചാറ്റ് ബോക്സിലൊന്നും ടൈപ്പ് ചെയ്ത് അയക്കുന്നില്ല, എന്താന്ന് മനസ്സിലാവുന്നില്ല. ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. വോയിസ് ആവുന്നില്ല. ഓക്കെ, എന്തുകൊണ്ടാന്ന് അറിയില്ല. വേറെ ഏതെങ്കിലും ഡിവൈസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് കയറാവോ? ലാപ്പ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ നന്ദന? എന്താ പറ്റിയേ പറഞ്ഞേ. നന്ദനക്ക് എന്താ പറ്റിയേ? നന്ദന കഴിഞ്ഞിട്ട് ആരായിരുന്നു ചെയ്യാനുള്ളത്? സർ ഞാനാണ്. ഓക്കെ, പ്രിപ്പയർഡ് ആണല്ലോ അല്ലെ? സർ നാളെ അല്ലേ?
ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താണ് എല്ലാ ദിവസവും ഏത് ദിവസം പറഞ്ഞാലും പ്രിപ്പയർഡ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഓക്കെ, ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്. ഇപ്പൊ ഇന്ന് നന്ദന ലീവായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? നെക്സ്റ്റ് ആളത് നടത്തുമായിരുന്നു. ഓക്കെ, ആ രീതിയിലാണ് നോക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് കിട്ടി. ക്ലാസ് വരെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ദിവസം കിട്ടി പ്രിപ്പറേഷൻ ടൈമായിട്ട്. 2 ദിവസം, കഴിഞ്ഞ 2 ദിവസം എന്തായിരുന്നു? ലീവായിരുന്നു. ഇത്രയൊക്കെ പോരെ പ്രിപ്പയർ ചെയ്യാൻ? സർ ഇത്രയൊക്കെ പോരെ? PPT എല്ലാം റെഡിയാണ്, പക്ഷെ പറയേണ്ടത് ഒന്നുകൂടി പ്രിപ്പയർ ആവാൻ. നന്ദനന്റെ വേറെ ഒരു മാർഗവും ഇല്ല. പക്ഷെ നന്ദന റിപ്ലൈ ഒന്നും കാണുന്നില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നന്ദനന്റെ നാളെ ആക്കിയിട്ട് ഇന്ന് ആരാധന ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്യാം. ഓക്കെ, അയ്യോ സർ, ഞാൻ നാളെ ചെയ്യാം, എന്തായാലും ചെയ്യാം. അല്ല അല്ല, കുഴപ്പമില്ല കുഴപ്പമില്ല. ഇന്ന് എത്ര പ്രശ്നമായാലും എത്ര ബോറായാലും കുഴപ്പമില്ല, ഇന്ന് തന്നെ ചെയ്തോളൂ. ഓക്കെ, അയ്യോ സർ, ഞാൻ റെഡി ആയിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ ഇത് നടക്കണ്ടേ? ഇപ്പൊ ഒരാൾക്ക് മൈക്കിന്റെ ഇഷ്യൂ, ഒരാൾക്ക് റെഡി ആയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കോൺഫിഡൻസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടാണ് ചെയ്യല്ലേ വേണ്ടേ? ഓക്കെ, ഓൾറെഡി നിങ്ങൾ തന്നെയാണല്ലോ അത് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ലേ എന്താന്നുള്ളത്? പിന്നെ അത് ഉണ്ടാക്കുമ്പോൾ തന്നെ 2 വട്ടം വായിച്ചിട്ടുണ്ടാവും ഓൾറെഡി. അതൊക്കെ പോലെ ഒന്ന് പ്രിപ്പയർ ആവാൻ. ഓക്കെ, ആ ഓക്കെ, നന്ദന വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നന്ദനന്റെ തന്നെ ആയിക്കോട്ടെ. ഓക്കെ, എന്താണ്? നന്ദനയുടെ ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ, നന്ദനയുടെ പ്രസന്റേഷൻ തന്നെ ആയിക്കോട്ടെ. ഓക്കെ. ഓക്കെ, ജസ്റ്റ് വീഡിയോ ഓപ്പൺ ആക്കുക. അതുപോലെ തന്നെ സ്ക്രീന് ഷെയർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാന് നമുക്ക് പ്രസന്റ് ചെയ്യാന്. ഓക്കെ ഓക്കെ. ഓക്കെ, ചെയ്തോളൂ, സ്റ്റാർട്ട് ചെയ്തോളൂ. അങ്ങനെയാണ്. ആരാധന എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അല്ലേ? ഭാഗ്യമുണ്ട്. നന്ദന പ്രസന്റ് ചെയ്യുന്നുണ്ടോ? മൈക്ക് സർ പോയിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വിചാരിച്ചു മൈക്ക് പോയെന്ന്. ഓക്കെ, ചെയ്തോളൂ. ലാപ്പിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വിൻഡോ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്രീന് ഷെയർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് അത് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ആർക്ക് വേണമെങ്കിലും സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഓക്കെ, ഡയറക്റ്റ് ഷെയറിൽ പോയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പർട്ടിക്കുലർ ഇപ്പോൾ ലാപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ വിൻഡോ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. ആ ഒരു പർട്ടിക്കുലർ ഒരു പവർ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ പവർ പോയിന്റ് മാത്രം എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് പ്രസന്റ് ചെയ്തിട്ട് നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് പ്രസന്റേഷൻ അവിടെ കാഴ്ചവെക്കുക. ഓക്കെ,
എന്തായി? എന്താണ് ഡിലേ? എന്തു പറ്റി? നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത് നിന്നുള്ളൂ. ഓക്കെ, എന്താ ചെയ്യാത്തെ? എന്താ വിഷയം? അൺസപ്പോർട്ടഡ് ഫയലിനെ കാണിക്കുന്നു. എങ്ങനെ? സ്ക്രീന് ഷെയർ ചെയ്യുമ്പോഴാണോ? സ്റ്റാർട്ട് ഷെയറിൽ പോയിട്ട് ഇത് ഡോക്യുമെന്റ് ആണ്. അപ്പോ ഡോക്യുമെന്റ് ആണോ ഷെയർ ചെയ്യുന്നത്? ഡോക്യുമെന്റ് ആണ്. പവർ പോയിന്റ് അല്ലേ? PDF ആണോ? ഞാൻ അതിനെ ഇതാക്കി PDF പോലത്തെ കൺവേർട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇതിൽ പക്ഷെ അത് ഷെയർ പ്രസന്റ് ആവുന്നില്ല? ചെയ്യാൻ പറ്റും വീഡിയോ പോലെ. ഇതിൽ അൺസപ്പോർട്ടഡ് എന്നാ കാണിക്കുന്നേ. ആ ഫയൽ ഒന്ന് എന്റെ നമ്പറിലോട്ടൊന്ന് ഇട്ടുതരാമോ? ഓക്കെ. ഓക്കെ, എന്റെ നമ്പർ നമ്പർ ഉണ്ടോ? സർ ഇല്ല, ഇല്ലില്ല ഇല്ലില്ല. ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, പവർ പോയിന്റ് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യുന്നതായിരുന്നു നല്ലത്. ഓക്കെ, ഈ ഒരു നമ്പറിലോട്ട് അയച്ചോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന രൂപത്തിലാക്കേണ്ടി വരും. സർ അയച്ചിട്ടുണ്ട്. ഹലോ, ഓഡിബിൾ അല്ലേ? സ്ക്രീന് ഷെയർ ചെയ്ത് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ്. കാണുന്നുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. യെസ് സർ. എനിക്ക് കേൾക്കുന്നില്ലല്ലോ. ഒരു മിനിറ്റ്. ഓക്കെ 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 ഓക്കെ, PC സൗണ്ട് പോയി. ഓക്കെ, പ്രസന്റ് ചെയ്തോളൂ. ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് കിങ്ഫിഷർ എയർലൈൻസ് കോർപ്പറേറ്റ് ഫെയിലിയർ ആൻഡ് ഫ്രോഡ് അലിഗേഷൻസ്. കിങ്ഫിഷർ എയർലൈൻസിന്റെ ഏവിയേഷൻ അതാണ് എടുക്കാൻ പോകുന്നത്. അതിന്റെ കോർപ്പറേറ്റ് ഫെയിലിയറും അതുപോലെ തന്നെ ഫ്രോഡ് അലിഗേഷനും. ഇൻട്രൊഡക്ഷൻ ആണ്. ഫൗണ്ടഡ് ഇൻ 2005 ബൈ വിജയ് മല്യ. 2005 വിജയ് മല്യാണ് ഇത് ഫൗണ്ടഡ് ചെയ്തത്. ഓപ്പറേറ്റഡ് ആസ് എ പ്രീമിയം എയർലൈൻ ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രീമിയം ആയിട്ടുള്ള എയർലൈൻ ഇന്ത്യയിലെയാണ്. നോൺ ഫോർ ലക്ഷറി സർവീസസ് ആൻഡ് കസ്റ്റമർ എക്സ്പീരിയൻസസ്. അത് ലക്ഷർ സർവീസസിനും അതുപോലെ തന്നെ കസ്റ്റമർ എക്സ്പീരിയൻസിനാണ് ഇത് അറിഞ്ഞുകൊണ്ടിരുന്നത്. സ്റ്റോപ്ഡ് ഓപ്പറേഷൻസ് ഇൻ 2012 ഡ്യൂ ടു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് 2012 തന്നെ ഇതിന്റെ ഓപ്പറേഷൻസ് നിർത്തിവെച്ചു. സർ
പിന്നെ കമ്പനി ഡീറ്റെയിൽസ്, കമ്പനി ഓവർവ്യൂ ആണ് പറയുന്നത്. ഇൻഡസ്ട്രി വന്നിട്ട് ഏവിയേഷൻ ആണ്. ഇതിന്റെ ഫൗണ്ടർ കണ്ടുപിടിച്ചത് വിജയ് മല്യ ആണ്. പിന്നെ ഇതിന്റെ ഹെഡ് ക്വാർട്ടർ വന്നിട്ട് ബാംഗ്ലൂരു, ഇന്ത്യയിലാണ്. ഇത് ഓപ്പറേഷൻ തുടങ്ങിയത് 2005, സീസ്ഡ് ഓപ്പറേഷൻ നിർത്തിയത് 2012. പിന്നെ ഗ്രോത്ത് ആൻഡ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഓഫ് കിങ്ഫിഷർ എയർലൈൻസ്, അവരുടെ ഗ്രോത്തും പിന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ഗ്രോത്ത്, റാപ്പിഡ് എക്സ്പാൻഷൻസ് അക്രോസ് ഇന്ത്യ, അതിവേഗത്തിലുള്ള എന്താണ് വിപുലീകരണവും അതുപോലെ തന്നെ ഇന്ത്യയിൽ വേഗം എക്സ്പാൻഡ് ചെയ്തു. പിന്നെ അക്വേർഡ് എയർ ഡിക്കൺ ഇൻ 2017, 2007 എയർ ഡിക്കൺ അക്വേർഡ് ചെയ്തു. ഇൻക്രീസ് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ റൂട്ട്സ്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ അതുപോലെ തന്നെ ഡൊമസ്റ്റിക് റൂട്ട്സ് ഒക്കെ കുറെ വർദ്ധിപ്പിച്ചു. പിന്നെ ഹെവി സ്പെൻഡിങ് ഓൺ ലക്ഷറി ബ്രാൻഡിങ് ഹെവി സ്പെൻഡിങ് ചെയ്തു. പിന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലം, ഹൈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ഉയർന്ന ചെലവ് കൂടുതലായിരുന്നു. പിന്നെ റൈസിംഗ് ഫ്യൂൽ പ്രൈസസ്, ഇന്ധന വിലയൊക്കെ കൂട്ടി. ലാർജ് ലോൺസ് ഫ്രം ബാങ്ക്സിൽ നിന്ന് വലിയ ലോൺസ് ഒക്കെ, വായ്പകളൊക്കെ വലുതാവാൻ തുടങ്ങി. പിന്നെ പുവർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വളരെ പുവർ ആയിരുന്നു. പിന്നെ ഡെപ്റ്റ് എക്സീഡഡ് ₹9,000 crore മുകളിലായിട്ട് ഡെപ്റ്റ് എക്സീഡ് ആവാൻ തുടങ്ങി. പിന്നെ അബൌട്ട് ദ ഫ്രോഡിനെ കുറിച്ചിട്ടാണ്. കിങ്ഫിഷർ എയർലൈൻസ് ബോറോഡ് ലാർജ് എമൗണ്ട്സ് ഓഫ് മണി ഫ്രം എ കൺസോർട്ടിയം ഓഫ് ഇന്ത്യൻ ബാങ്ക്സ് ടു എക്സ്പാൻഡ് ഇറ്റ്സ് ബിസിനസ്. കിങ്ഫിഷർ എയർലൈൻസ് വലിയ മണി ഇന്ത്യൻ ബാങ്ക്സിൽ നിന്നും ബിസിനസ്സിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു. ഓവർ ടൈം ദ കമ്പനി ഫെയിൽഡ് ടു റീപേ ദീസ് ലോൺസ്, ഈ ലോൺസ് ഒക്കെ റീപേ ചെയ്യാൻ കമ്പനിക്ക് ഫെയിൽ ആവാൻ തുടങ്ങി, കമ്പനിക്ക് കഴിഞ്ഞില്ല. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് allegate that part of the borrowed funds was diverted and not used for the intended business purposes. ഇൻവെസ്റ്റിഗേറ്റ് ഏജൻസി സാർ അത് പോയി. ഈ ഒരു വിൻഡോ തന്നെ അല്ലേ? അതന്നെ സാർ. അയ്യോ അതല്ല, അതിന്റെ സാർ ഒരു മിനിറ്റ് അബൌട്ട് ദ ഫ്രോഡ്. ഓക്കെ, പറഞ്ഞു സോറി, ജസ്റ്റ് ഒന്ന് കൈ കെട്ടിയതാ. ഓക്കെ, പറഞ്ഞോളൂ. ഇൻവെസ്റ്റിഗേറ്റഡ് ഏജൻസീസ് അതിന്റെ ബൊറോഡ് ഫണ്ട്സിന്റെ പാർട്ടായിട്ട് അലർട്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഫണ്ട് ഡൈവേർട്ട് ആവുകയും അതുപോലെ തന്നെ ഇത് ബിസിനസ് പർപ്പസിനൊന്നും ഉപയോഗിച്ചില്ല എന്ന രീതിയിൽ ഏജൻസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. ദ കമ്പനി ആൾസോ ഫേസ്ഡ് അലിഗേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ആൻഡ് പ്രൊവൈഡിങ് മിസ്ലീഡിംഗ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. അതുപോലെ തന്നെ ഇവരുടെ കമ്പനിയും കുറെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റിന്റെ അലിഗേഷൻസ് ഒക്കെ ഫേസ് ചെയ്തു. അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു. ദീസ് ഇഷ്യൂസ് ലെഡ് ടു വൺ ഓഫ് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്കാൻഡൽസ്. ഈ ഒരു ഇഷ്യൂ ഇന്ത്യയുടെ വലിയൊരു കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്കാൻഡലായിട്ട് മാറി. അടുത്താണ് കോസസ് ആൻഡ് ഇമ്പാക്ട് ഓഫ് ദ ഫ്രോഡിന്റെ കോസും ഇമ്പാക്റ്റും. കോസസ്, എക്സസീവ് ബോറോയിങ് വിതൗട്ട് സഫിഷ്യന്റ് റീപേയ്മെന്റ് കപ്പാസിറ്റി, അതായത് ബോറോയിങ് കൂടി, സഫിഷ്യന്റ് ആയിട്ടുള്ള ആവശ്യത്തിനുള്ള റീപേയ്മെന്റ് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ബോറോയിങ് എക്സസ് ആയി. പിന്നെ പുവർ ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ്, വളരെ പുവർ ആയിരുന്നു അവരുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങും മാനേജ്മെന്റും ഒക്കെ. പിന്നെ ഹൈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒക്കെ വളരെ കൂടുതലായിട്ടുള്ളതായിരുന്നു. വീക്ക് കോർപ്പറേറ്റ് ഗവേണൻസ്, വീക്കായിട്ടുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് ആയിരുന്നു. പിന്നെ അതിലേക്ക് ഡൈവേർഷൻ ഓഫ് ലോൺ ഫണ്ട്സ്, അതായത് വായ്പ ഫണ്ട്സിന്റെ ഡൈവേർഷൻ അതിലേക്കുണ്ടായി. ലാക്ക് ഓഫ് എഫക്റ്റീവ് മോണിറ്ററിംഗ് ബൈ ലെൻഡേഴ്സിന്റെ എഫക്റ്റീവ് ലാക്ക്. പിന്നെ ഇമ്പാക്ട്, അറൌണ്ട് 4,000 എംപ്ലോയീസ് ലോസ് ദെയർ ജോബ്സ്, 4,000 പേർക്ക് അവരുടെ എംപ്ലോയീസിന് അവരുടെ ജോബ് നഷ്ടപ്പെട്ടു. ഫ്ലൈറ്റ്സ് വർ ക്യാൻസൽഡ് എഫക്ടിങ് തൗസൻഡ്സ് ഓഫ് പാസഞ്ചേഴ്സ്, ആയിരക്കണക്കിന് ആൾക്കാരുടെ അതായത് ട്രാവലിംഗ് ഫ്ലൈറ്റ്സ് ക്യാൻസലായി, അവരുടെ ട്രാവലിംഗ് ഇതൊക്കെ ഫ്ലൈറ്റ്സ് ഇതായി. ബാങ്ക്സ് ഇൻകേർഡ് ഹെവി ഫിനാൻഷ്യൽ ലോസസ്, ബാങ്കിന് വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ലോസ് വന്നു. ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ലോസ്റ്റ് കോൺഫിഡൻസ്, ഇൻവെസ്റ്റേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും അവരുടെ ധൈര്യമൊക്കെ കൈവിട്ടു. ദ കേസ് ഡാമേജ് ദ റെപ്യൂട്ടേഷൻസ് ഓഫ് ഇന്ത്യസ് ഏവിയേഷൻ ഇൻഡസ്ട്രി, ഈ കേസ് ഡാമേജ് ഇന്ത്യയുടെ ഏവിയേഷൻ ഇൻഡസ്ട്രി റെപ്യൂട്ടേഷനായിട്ട് കേസ് ഡാമേജ് ദാറ്റ്.
fraud allegations. ഫ്രോഡിന്റെ ആരോപണങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് അലിഗേഷൻസ് ഓഫ് ലോൺ ഡൈവേർഷന്റെ ആരോപണങ്ങൾ കൂടി. പിന്നെ ബാങ്ക്സ് ക്ലെയിം മിസ്യൂസ് ഓഫ് ബോറോഡ് ഫണ്ട്സ്. ബാങ്ക്സ് ബോറോഡ് ഫണ്ട്സിന്റെ ക്ലെയിം ചെയ്തു. ലോൺ ഡിഫോൾട്ട് എഫക്റ്റഡ് സെവറൽ പബ്ലിക് സെക്ടർ ബാങ്ക്സ്. സർ, അതിനു മുമ്പ് അതൊന്ന് കാണിക്കാം പേജ്. എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് ഇൻവെസ്റ്റിഗേറ്റഡ് ദ കേസ്. എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് ആണ് ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. ലോൺ ഡിഫോൾട്ട്സ് എഫക്റ്റഡ് സെവറൽ പബ്ലിക് സെക്ടർ ബാങ്ക്സ്. അതായത് ലോൺ ഡിഫോൾട്ട് പലതരത്തിലുള്ള പബ്ലിക് സെക്ടർ ബാങ്ക്സിനെ എഫക്ട് ചെയ്തു. Okay. ലീഗൽ ആക്ഷൻസ് ആണ്. ദ CBI ആൻഡ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇൻവെസ്റ്റിഗേറ്റഡ് ദ കേസ്. CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. വിജയ് മല്യ ലെഫ്റ്റ് ഇന്ത്യ ഇൻ 2016. 2016 വിജയ് മല്യ ഇന്ത്യയിൽ നിന്ന് പോയി. ഇന്ത്യൻ അതോറിറ്റീസ് ഇനീഷ്യേറ്റഡ് എക്സ്ട്രാക്ഷൻ പ്രൊഡ്യൂഷൻ ടു ബ്രിങ് ബാക്ക് ഫ്രം ദ UK. അദ്ദേഹത്തിന് UK ന്ന് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് കുറെ നടപടികൾ ഇന്ത്യൻ അതോറിറ്റി ഇനീഷ്യേറ്റ് എടുത്തിട്ട് ചെയ്തു. Several assets linked to him were attached and some money has been recovered through legal processes. കുറെ അയാളുടെ അസറ്റ്സും അതൊക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ചില മണിയൊക്കെ റീകവേർഡ് ആയി. ലീഗൽ പ്രോസസ്സിലൂടെ അയാളുടെ മണിയൊക്കെ റീകവേർഡ് ചെയ്യാൻ തുടങ്ങി സെവറൽ അസറ്റ്സിൽ. പിന്നെ ലെസൺസ് ലേൺഡ്. ഇത് നിറഞ്ഞ കാര്യം. കമ്പനീസ് മസ്റ്റ് മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി ആൻഡ് ഹോണസ്റ്റി ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ചെയ്യുന്ന സമയത്ത് സത്യസന്ധതയും അതുപോലെ തന്നെ ട്രാൻസ്പെറൻസിയും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം കമ്പനീസ്. ബാങ്ക് ലോൺ ഷുഡ് ബി യൂസ്ഡ് ഓൺലി ഫോർ അപ്രൂവ്ഡ് പർപ്പസസ്. ബാങ്ക് ലോൺ അതിന്റെ ആവശ്യമായിട്ടുള്ള അപ്രൂവ് ചെയ്തിട്ടുള്ള പർപ്പസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സ്ട്രോങ് കോർപ്പറേറ്റ് ഗവർണൻസ് ഈസ് എസെൻഷ്യൽ. സ്ട്രോങ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഗവർണൻസ് ആവശ്യമാണ്. ബാങ്ക് ഷുഡ് കണ്ടക്ട് പ്രോപ്പർ റിസ്ക് അസസ്മെന്റ് ബിഫോർ സാങ്ഷനിങ് ലാർജ് ലോൺസ്. വലിയ വലിയ ലോൺസ് സാങ്ഷൻ ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് അസസ് ചെയ്തിരിക്കണം ബാങ്ക്. റെഗുലർ ഓഡിറ്റിംഗ് ആൻഡ് റെഗുലർ മോണിറ്ററിംഗ് ഹെൽപ്പ് പ്രിവെന്റ് ഫിനാൻഷ്യൽ ഫ്രോഡ്. അതായത് തുടർച്ചയായ ഓഡിറ്റിങ്ങും പിന്നെ മോണിറ്ററിങ്ങും ഒക്കെ ഫിനാൻഷ്യൽ ഫ്രോഡിനെ തടയാൻ വേണ്ടി സഹായിക്കുന്നു. Conclusion: The Kingfisher Airlines case is one of the India's most famous examples of alleged corporate fraud and financial mismanagement. Kingfisher Airline case എന്ന് പറയുന്നത് ഇന്ത്യയുടെ മോസ്റ്റ് ഫേമസ് എക്സാമ്പിൾസ് ആണ്. അലിഗഡ് ഈ കോർപ്പറേറ്റ് തെറ്റായിട്ടുള്ള ഫ്രോഡിന്റെയും പിന്നെ ഫ്രോഡ് അലിഗേഷൻ ആരോപണങ്ങളുടെയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റിന്റെ ഒക്കെ. ഇറ്റ് ഡെമോൺസ്ട്രേറ്റ്സ് ഹൗ വീക്ക് ഫിനാൻഷ്യൽ കൺട്രോൾസ്, എക്സസീവ് ഡെപ്റ്റ് ആൻഡ് poor governance can lead to business failure, losses for banks and investors and legal consequences. ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെ ഫിനാൻഷ്യൽ കൺട്രോളും അതുപോലെ തന്നെ എക്സസീവ് ആയിട്ടുള്ള ഉയർന്ന തരത്തിലുള്ള ഡെപ്റ്റും പിന്നെ ഗവേണൻസിന്റെ ഒക്കെ പുവർ ആയിട്ടുള്ള ഗവേണൻസ് ഇതൊക്കെ ബിസിനസ് ഫെയിലിയറിനെയും അതുപോലെ തന്നെ ബാങ്ക്സിന്റെ ലോസസ്, ഇൻവെസ്റ്റേഴ്സ് അതുപോലെ തന്നെ ലീഗൽ കോൺസിക്വൻസസ് ഇതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. ദിസ് കേസ് ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്കൽ ബിസിനസ് പ്രാക്ടീസസ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി. ഈ കേസ് ഹൈലൈറ്റ് ചെയ്യുന്നത് എത്തിക്കൽ ബിസിനസ് പ്രാക്ടീസസിന്റെയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റിയുടെയും ഇമ്പോർട്ടൻസ് ആണ് കാണിക്കുന്നത്. കൺക്ലൂഡ് ചെയ്തോളൂ. ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താ സർ? ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്തോളൂ. ടോപ്പിക് കിങ്ഫിഷർ എയർലൈൻസ് ഫ്രോഡ്ലൻഡ് കമ്പനീസ് അതായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് അതിന്റെ ഫ്രോഡ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഫ്രോഡ് അലിഗേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇത് ഫൗണ്ടഡ് ചെയ്ത് വിജയ് മല്യാണ്. പിന്നെ അവർ ഇത് കൂടുതലായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ഫിനാൻഷ്യൽ കൺട്രോൾസ് പിന്നെ എക്സസീവ് ഡെപ്റ്റ് പൂർ ആയിട്ടുള്ള ഗവേണൻസ് ഒക്കെ എങ്ങനെ ബിസിനസ് ഫെയിലിയർ പിന്നെ ബാങ്ക്സിന്റെ ലോസസ്, ഇൻവെസ്റ്റേഴ്സ് ഇതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ?
കംപ്ലീറ്റ് ആയില്ലേ? നന്ദന കംപ്ലീറ്റ് ആയില്ലേ? ആ സർ. ഓക്കെ ഓക്കെ. ക്യാമറ ഓൺ ആക്കിയിരുന്നേ എല്ലാവരും? നന്ദന പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ? പ്രസന്റേഷൻ ഒക്കെ നടത്തുമ്പോൾ ക്യാമറ ഓൺ ആക്കി തന്നെ ഇരിക്കാട്ടോ. ഓക്കെ, ഞാൻ പറയാൻ സർ വിട്ടുപോയതാണ്. നെറ്റ് അൺസ്റ്റേബിൾ ആണെന്ന് ഓക്കെ 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 കാരണമായിരുന്നു. ഓക്കെ ഇടയ്ക്കിടയ്ക്ക് സാർ സ്ക്രീന് സ്റ്റക്ക് ആവും. ഓക്കെ 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 ഓക്കെ. ഓ, അപ്പൊ ഏത് കമ്പനിയെ കുറിച്ചിട്ടാ പറഞ്ഞത് നന്ദന? സാർ പറ. ഒരു ഡൗട്ട്. ആ പറ. സാർ സ്കാമർ സെയിം ആണെങ്കിലും എന്താ പറയാ നടത്തിയ സ്കാംസ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ കുഴപ്പമില്ല. സെയിം അതാ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, സെയിം അല്ലേ? സിമിലർ അല്ലേ? അല്ലല്ല, ഇപ്പൊ പറഞ്ഞത് എയർലൈൻസ് കിങ്ഫിഷർ എയർലൈൻസിന്റെ സ്കാം അല്ലേ? വിജയ് മല്യയ്ക്ക് വിജയ് മല്യ കുറെ ടൈപ്പ് സ്കാംസ് നടത്തിയിട്ടുണ്ടല്ലോ ഈ ലോകം മൊത്തം. പക്ഷെ അതിന്റെ കൺക്ലൂഷനിൽ പ്രോപ്പർ ആയിട്ട് പറയുന്നുണ്ട് അതിലെന്താണ് എക്സാക്ട്ലി സ്കാം ആയിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളത്. അധികമായിട്ട് ഡെപ്ത് എടുത്തിട്ട് ആ രീതിയിലാണ് സ്കാം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പ്രോപ്പർ ആയിട്ട് പറയുന്നില്ലേ? എല്ലാത്തിന്റെ ഒരു ഔട്ട്ലൈൻ ഇതല്ലേ? അല്ല സാർ, ഈ പിന്നെ? ഒരു സ്കാമിനെ കുറിച്ച് അതിൽ മെൻഷൻഡ് ആയിരുന്നില്ല. Okay. ഇത് ആക്ച്വലി ഇതിൽ കേരള ഗവൺമെന്റിനും നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് കാരണം അതിൽ കണ്ടില്ല. ഓക്കെ 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 ഓക്കെ. കുഴപ്പമില്ലല്ലോ. ഇല്ല 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 ഇല്ല, കുഴപ്പമില്ല. ഗവൺമെന്റിനൊക്കെ ഇൻഫ്ലുവൻസ് ഉള്ള സ്കാം ഏതാണെന്നൊന്നും അറിയണമല്ലോ. ഓക്കെ, എനിവേസ് നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഫസ്റ്റ് ടൈം ആണ് നമ്മൾ പ്രസന്റേഷൻ നടത്തുന്നത്. ഓക്കെ, എന്നുണ്ടെങ്കിൽ കൂടി കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, നിങ്ങളൊരു പ്രസന്റേഷൻ നടത്തുമ്പോൾ ആദ്യം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ എന്നിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് മാത്രം എന്ത് ചെയ്യുക, ടോപ്പിക്കിലോട്ട് പോവുക. പിന്നെ ടോപ്പിക്കിൽ ജസ്റ്റ് ഇങ്ങനെ പോയിന്റ് വായിച്ചിട്ട് അതെന്താന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത് പോയിന്റ് വായിക്കുക, ഓരോന്ന് എന്താന്നുള്ളത് പറയാം. ആ പേജ് തീരുന്നതിന് മുമ്പ് അതിന് ആ ഒരു പേജിന് ഒരു ഔട്ട്ലൈൻ വോയിസ് കൊടുക്കുക. ബ്രേക്ക് ആവും. ഓക്കെ ഓക്കെ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പോയോ? ഹലോ ഹലോ ഹലോ, ഇപ്പൊ ഓക്കെ ആണോ? സാർ എനിക്ക് കേൾക്കുന്നുണ്ട്, ബട്ട് സാറിന്റെ വോയിസ് ഇപ്പോഴും ഭയങ്കര ഉണ്ട് സർ. സാറിന്റെ വോയിസ് എനിക്ക് ഭയങ്കര ഫീബിൾ ആയിട്ടാണ് കേൾക്കുന്നത്. ക്ലിയർ ആവില്ല ചിലപ്പോ. യെസ് സർ, ക്ലിയർ ആവണില്ല. ഹലോ ഹലോ ഹലോ, ഇപ്പോയോ? സെയിം സിനാരിയോ തന്നെയാണോ ഇപ്പോഴും? സാർ കുറച്ച് ഒരു ലെങ്തി ആയിട്ടുള്ള സെന്റൻസ് പറയുമ്പോ ആണ് ആ വോയിസ് ഫീബിളായി പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താണ് പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഓരോ പേജിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, ആ ഒരു പേജിൽ എന്താണ് പറയുന്നത് എന്നുള്ളത്. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു സെർട്ടൈൻ ടോപ്പിക്കിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇനി നെക്സ്റ്റ് ഇതിനെ കുറിച്ചാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഒരു ഇൻട്രോ കൊടുക്കുക. ഓരോ പേജിനും ഒരു ഇൻട്രോ കൊടുക്കുക. ആ പേജിൽ എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ആ പേജിൽ ക്യാച്ച് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും, അത് റിപ്പീറ്റഡ് ആയിട്ട് പറയാം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് പേജ് പോവാം. ഓക്കെ, ഓരോ സ്ലൈഡും നെക്സ്റ്റ് സ്ലൈഡ് പോയിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ 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 സർ. യെസ് സർ. Okay. പിന്നെ അതുപോലെ തന്നെ ഒരു കൺക്ലൂഷൻ കൊടുക്കുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ളൊരു കൺക്ലൂഷൻ, ഹിയർ ഐ കൺക്ലൂഡ് മൈ വേർഡ്സ് നോ, അല്ലെങ്കിൽ അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു സെന്റൻസ് ഇല്ലേ? ഓക്കെ, അല്ലെങ്കിൽ അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള രീതി ഇല്ലേ? ജസ്റ്റ് ആ ഒരു ടോപ്പിക്കിന് കൺക്ലൂഷൻ മാത്രമല്ല, നിങ്ങളുടെ പ്രസന്റേഷന് ഒരു കൺക്ലൂഷൻ കൊടുക്കണ്ടേ? ഓക്കെ,
നന്ദന ചെയ്യാത്തതിലുള്ള ഒരു മെയിൻ മിസ്റ്റേക്ക് ആയിരുന്നു അത്. അതായത് ആ ഒരു പ്രസന്റേഷൻ എൻഡ് ചെയ്യുന്നത് അങ്ങനെയല്ല. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു താങ്ക് യു നോട്ട് എന്നുള്ള ഒരു സ്ക്രീനിൽ വെച്ചിട്ടല്ല നമ്മൾ എൻഡ് ചെയ്യേണ്ടത്. ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളൊക്കെ ഈ ഒരു പ്രസന്റേഷന്റെ ഓഡിയൻസ് ആണ്. ഓക്കെ, ആ രൂപത്തിൽ എന്ത് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, വരും ആളുകളിൽ ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് ആള് ലീവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണത്താൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനടുത്ത ആൾ എന്ത് ചെയ്യണം, പ്രസന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വരിക. ഓക്കെ ഓക്കെ ഓക്കെ. അത്രയും കാര്യങ്ങളാണ്. ബാക്കിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു. ഓക്കെ, വേറെ മിസ്റ്റേക്സ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, സോറി അപ്പൊ സർ, അത് എനിക്ക് അറിയില്ലായിരുന്നു ലാസ്റ്റത്തെ. നോ ഇഷ്യൂസ്. നമ്മൾ പഠിക്കല്ലേ, പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാണ്. ഓക്കെ, ദർ ഇസ് നോ നീഡ് ഓഫ് സോറി ആൻഡ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ജസ്റ്റ് എന്താണ് നിങ്ങളിത് വെച്ചിട്ട് എന്ത് ചെയ്യണം, പഠിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു പ്രസന്റേഷൻ എങ്ങനെ ചെയ്യണം. ഓക്കെ, ഓരോന്നോരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, അതൊരു പ്രോബ്ലം ആണ് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ മിസ്റ്റേക്സ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഐ നീഡ്. ഓക്കെ, എപ്പോഴും എന്ത് ചെയ്യുക, ഈ ഒരു ഗ്രാഫ് എപ്പോഴും ഗ്രാഫ് പാരലൽ ആയിട്ട് ഇങ്ങനെ പോവാതെ സ്ട്രൈറ്റ് ആയിട്ട് പോവാതെ എന്ത് ചെയ്യുക, ഗ്രോത്ത് ഉണ്ടായിരിക്കുക. ഓക്കെ, ഡൗൺവാർഡിലോട്ട് പോയത് എപ്പോഴും അപ്വാർഡ് ഗ്രോത്ത് ഉണ്ടായിരിക്കുക. ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ ഓക്കെ, അപ്പോ അങ്ങനെ ഒരു സ്കാമിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിച്ചു അല്ലേ? ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന സ്കാം ആയിരുന്നോ? യെസ് സർ. ഓക്കെ യെസ് സർ. ഓക്കെ ഓക്കെ ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾ ഹോക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു? ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കി ഇപ്പൊ തന്നെ ഓഫ് ആക്കാം. റേഞ്ചസ് ഉള്ളവർക്ക് ഓഫ് ആക്കാം. ജസ്റ്റ് ഈ ഒരു കാര്യം സംസാരിച്ചതിന് ശേഷം ഓഫ് ആക്കാം. ഓക്കെ, ഹോക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? എന്താ അവസ്ഥ? സുബിത് ചെയ്തില്ലേ? ഇല്ല. അതെന്തേ 2 ദിവസം ലീവ് ഉണ്ടായിട്ട്? ഫാമിലിയിൽ ഒരു ഡെത്ത് ഉണ്ടായിരുന്നു. ഓക്കെ അപ്പോ അത് കാരണം 2 ദിവസവും അവിടെയായിരുന്നു. ഓക്കെ 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 ഓക്കെ. വാട്ട് അബൌട്ട് ശിവാനി? ഇവിടെയും ഭയങ്കര ബിസി ആയിരുന്നു. ഈ ഒരു 2 ദിവസം ശരിക്കും പറഞ്ഞാ അങ്ങനെ വീട്ടിലിരിക്കാൻ പറ്റിയിട്ടില്ല കാര്യമായിട്ട്. ഓക്കെ, എന്ത് ചെയ്യാം, സി എം ഐൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, എനിക്ക് അത്ര ഇതിൽ പറയാനുള്ളൂ. ഞാൻ വിചാരിച്ചു നിങ്ങൾ ചെയ്തു തരുന്നുള്ളൂ. ഓക്കെ, ഞാൻ എക്സ്പെക്ട് ചെയ്തു. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ക്ലാസ് മുതൽ, കാരണം ഈ ഒരു വീക്കോട് കൂടിയിട്ട് ഈ ഒരു സെക്ഷൻ കഴിയും. ഓക്കെ, വളരെ കുറഞ്ഞ ടോപ്പിക്സേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു സെക്ഷൻ ഈ ഒരു വീക്കോട് കൂടി കഴിയും. അപ്പോ കഴിഞ്ഞ 2 ദിവസമായിരുന്നു ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാനുള്ളത്. ഇത് ഈ ഒരു വീക്കെൻഡ് ആകുമ്പോഴത്തേന് ലോഡ് ആകൂലേ, നിങ്ങൾ അതും കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ ഓൾറെഡി സുബിതൊക്കെ ഓൾറെഡി സെക്ഷൻ സി കുറെ ബുദ്ധിമുട്ടിലാ പോകുന്നത്. ഓക്കെ, അപ്പോ ബാക്കിയുള്ളവർ ഇടുന്നതിലേറെ എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാച്ച് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. നോക്കി തുടങ്ങിയിട്ടുണ്ട് സർ. ഓക്കെ, അതിന്റെ സെക്ഷൻ സി വീണ്ടും കോപ്പി ചെയ്തിരുന്നോ? ഒക്കെ എത്തിയിട്ടില്ല. നോട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർജിനൽ അനാലിസിസ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. മറ്റേ CBP ഞാൻ ആയിട്ടില്ല. മാർജിനൽ അനാലിസിസ് വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട്. ഓരോ പ്രോബ്ലം വൈസ് ചെയ്യുമ്പോ ഇതിൽ നോട്ടത്തൊക്കെ കിട്ടുന്നുണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഡൗട്ട്. ഗ്രോത്ത് ഉണ്ടോന്ന് അറിയുള്ളൂ. ഓക്കെ,
ആ CVP ക്വസ്റ്റ്യൻസ് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ. ഹോക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് അതെ, ആ, അതെങ്ങനെ ഉണ്ടായിരുന്നു? ഇത് കുഴപ്പമില്ല. എനിക്ക് കറക്റ്റ് ആവുന്നുണ്ടായിരുന്നോ ആൻസർ ഒക്കെ ആ, ചെയ്ത് നോക്കിയിട്ട്? ചിലതാവില്ല. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ അവര് തരുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യാം, ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു ടോപ്പിക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എൻ്റെ ടോപ്പിക് എന്ത് ചെയ്യുക, അവിടെ കംപ്ലീറ്റ് ചെയ്യുക. ഒറ്റ സിറ്റിങ്ങിൽ ആ എൻ്റെ ടോപ്പിക് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു എൻ്റെ ടോപ്പിക്കിന്റെ എന്ത് ചെയ്യും, എത്ര പെർസെൻറ്റേജ് കറക്റ്റ് ആയി എന്നുള്ളത് കിട്ടും. ഓക്കെ. ആ ഒരു പ്രോഗ്രസ് ഒക്കെ എന്ത് ചെയ്യും, നിങ്ങളെ ഇതിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ അതിൽ തന്നെ കാണാൻ പറ്റും ഏതൊക്കെ സെക്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ സെക്ഷൻ എത്രത്തോളം ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങളുടെ പ്രോഗ്രസ് ഒക്കെ കാണാൻ പറ്റും. ഓക്കെ. അപ്പോ അതെന്ത് ചെയ്യുക, ഹോക്ക് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. ഹോക്കിലാണ് എല്ലാം ഇരിക്കുന്നത്. ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നു എന്നുള്ള ഒരു ഐഡിയ കിട്ടൽ ഹോക്കിലാണ്. ഓക്കെ. നിങ്ങൾക്ക് കൺസെപ്റ്റ് ഓക്കെ ആയാൽ, വൺസ് കൺസെപ്റ്റ് ഓക്കെ ആയാൽ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് പ്രാക്ടീസ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. എത്രത്തോളം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എന്നുണ്ടെങ്കിലേ പാസ് ആവുള്ളൂ കേട്ടോ. ഓക്കെ. ഞാൻ നെഗറ്റീവ് പറയില്ല, നല്ലോണം എഫേർട്ട് ഇട്ടാൽ, നല്ല എഫേർട്ട് ഇട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്കൊരു ചാൻസ് ഉള്ളൂ പാസ് ആവാനുള്ള. ഓക്കെ. അവിടെയും ഒരു 50-50 നിൽക്കുക. ഓക്കെ. പാസ്സാവാനും പാസ്സാവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നുണ്ടെങ്കിൽ കൂടെ ഭയങ്കര എഫേർട്ട് ഇട്ട് ഇതിനായിട്ട് നിൽക്കണം. എന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോർട്ട് ടേം കോഴ്സ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ടേം കോഴ്സ് ആവുള്ളൂ. അല്ലെങ്കിൽ എന്താവും, ലോങ് ടേം ആയി പോകും. ഓക്കെ. ഈ പ്രൊഫഷണൽ കോഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. OFP നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ഒയപ്പുന്നവർക്ക്. മനസ്സിലായോ? കാരണം എന്താ, ഇതിനൊരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഇല്ല, ഇത്ര ടൈം പീരീഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നില്ല. ഓക്കെ. ഈ ഒരു മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് ആ ഒരു മെമ്പർഷിപ്പ് എക്സ്പയർ ആവുന്നതുകൊണ്ട് 3 വർഷം എന്ന് പറയും. അല്ലെങ്കിൽ പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ 1 വർഷം, സ്റ്റുഡന്റ് മെമ്പർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ 3 വർഷം. ഓക്കെ. ഓക്കെ. അപ്പോ ഈ ഒരു 3 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ആയിരിക്കും മെന്റാലിറ്റിയിൽ. പ്രൊഫഷണൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്കോ 1 ഇയർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. അതല്ലേ മെന്റാലിറ്റി. ഓക്കെ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ടൈം എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് നിന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഫസ്റ്റ് CMA പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ഉള്ള ഒരു എഫേർട്ടൊന്നും പെടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ നിങ്ങളെ കുറിച്ചൊക്കെ ലൈക്ക് ഇപ്പൊ ഷാമിൽ സാർ എടുത്തിട്ടുണ്ടായിരുന്ന ക്ലാസ്സിൽ സുബിത, ആരാധന, മുബഷിറ, ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത്. ഓക്കെ. സാർ എനിക്കൊരു നല്ലൊരു റിവ്യൂ തന്നിട്ടാണ് സാർ പോയത്. ഓക്കെ. ഓക്കെ. അപ്പോ ഇപ്പോ ആ ഒരു റിവ്യൂ ഒക്കെ എത്രയോ താഴോട്ടാ പോകുന്നത്. എനിക്ക് എപ്പോഴും എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഇവിടെ സ്റ്റേബിളായി നിൽക്കണം, അല്ലെങ്കിൽ ഇവിടുന്ന് മുകളിലോട്ട് പോകണം. ഓക്കെ. ഇതിന്റെ താഴോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അതിൽ പ്രോഗ്രസ് ഇല്ല. ഓക്കെ. ഗ്രോത്ത് ഇല്ല. ഓക്കെ. അപ്പോ നിങ്ങൾ 2 സെക്ഷന് പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടാവാം. അത് ആ ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു പുഷ് കൊണ്ടും, അല്ലെങ്കിൽ ആ ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു നമ്മൾ പുതുതായിട്ടൊരു കാര്യം പഠിക്കുമ്പോഴുള്ള ഒരു ആ വാവ് എഫക്റ്റിൽ പഠിച്ചതാണോ എന്നും അറിയില്ല. ഓക്കെ. ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്നും കീപ്പ് ചെയ്താലേ ഇത് മുഴുവനായിട്ട് പോവുള്ളൂ. കാരണം 12 സെക്ഷൻസ് ഉണ്ട്. അതിലൊക്കെ ആ ഒരു മടുപ്പില്ലാതെ ഇത് ഒരേ എഫേർട്ട്, നമ്മൾ ആദ്യത്തെ സെക്ഷൻ ഇട്ട അതേ എഫേർട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ സെക്ഷനും ഇടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് എന്ത് ചെയ്യുക, നമുക്ക് ഒരു വിജയം ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോ അത് നോക്കുക. ഓക്കെ. ആരാധന എന്താ അവസ്ഥ, ചെയ്യുന്നുണ്ടോ? എന്താ അവസ്ഥ? സർ, ഞാൻ മാർജിനൽ അനാലിസിസ് നോട്ടിട്ട ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്യാം. ഹോക്ക്, വാട്ട് അബൌട്ട് ഹോക്ക്? എനിക്ക് അതാണ് അറിയേണ്ടത്. നോക്കി നോക്കിയിട്ടില്ല. ഓക്കെ. ഞാൻ ഇനി ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്താൽ അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ. ജസ്റ്റ് എന്ത് ചെയ്യാ, ഡിസപ്പോയിന്റ് ചെയ്യാതിരിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾ ഹോക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പൊ മനസ്സിലാവില്ല. പക്ഷെ ഇത് പഠിച്ച് പാസ്സായി കുറെ സ്റ്റുഡൻസിനോട് ഗൈഡൻസ് കൊടുക്കുന്നതുകൊണ്ട് പറയാം, ഇതിന് ഇതിൻ്റെതായിട്ടുള്ള നോട്ട് റെഫർ ചെയ്തിട്ട് മീൻസ് അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഹോക്ക് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. കാരണം ഇൻ ബിറ്റ്വീൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോക്കിന്റെ ക്വസ്റ്റ്യൻസ് ടോട്ടലി വേറെ ലെവലിലല്ലേ. അപ്പോ കോൺസെപ്റ്റ്സ് ഒന്നും കൂടി വേറെ ലെവലാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, വേറെ ലെവലാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസും സോഫ്റ്റ്വെയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. നിങ്ങൾക്ക് വൺസ് ഫസ്റ്റ് ഒരു കൺസെപ്റ്റ് മനസ്സിലാവാൻ തരുന്ന ഒരു എക്സാമ്പിൾ മാത്രമേ ഡിഫറൻ്റ് ഉള്ളൂ.
ബാക്കിയുള്ള ഓരോ ക്വസ്റ്റ്യൻസും തരുന്നത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻസ് എന്താ സോഫ്റ്റ്വെയർ ക്വസ്റ്റ്യൻസാണ്. അതേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസേ ഹോക്കിലും ഉണ്ടാവുള്ളൂ. ഓക്കെ, ലെവല് ചേഞ്ച് ചെയ്യുന്നൊന്നുമില്ല, ഒരേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസാ പോകുന്നത്. ഓക്കെ, അത് തന്നെ ഹോക്കില് ഇപ്പൊ നിലവിലുള്ള ഹോക്കിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര കൺസെപ്റ്റൽ ആയിട്ടുള്ള ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി നിങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഹോക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നും. ഓക്കെ, അതെന്താ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെവല് മാറുന്നത് കൊണ്ട് പേടിച്ചിട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതൊക്കെ ഒരു എക്സ്ക്യൂസ് അല്ല ആയിട്ട് സർ, ഞാൻ അല്ല സർ, ഇത് നോട്ട് കുറച്ചും ഒന്ന് റെഫർ ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ മറ്റേതും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊന്ന് നോക്കി അല്ലെങ്കിൽ കാരണം ഹോക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര തന്നെ നമ്മൾ നോട്ട് റെഫർ ചെയ്തിട്ട് നമ്മൾ ചെയ്താലും ക്വസ്റ്റ്യൻസ് നമുക്ക് ചിലതൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. മനസ്സിലാവാനേ ബുദ്ധിമുട്ടായിരിക്കും. ഓരോ വാക്കുകളിലൊക്കെ അങ്ങടും ഇങ്ങടും ഒക്കെ മാറി നമുക്ക് തെറ്റും. അപ്പൊ കുറെ എണ്ണം തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഒരു എന്താ പറയാ പേടിയാവും സത്യം പറഞ്ഞാൽ. ദാറ്റ് മീൻസ് ഒരു ലെവല് വിട്ടിട്ട് 40% അതിൽ നമുക്ക് പെർസെന്റേജ് വരെ കാണിക്കുമല്ലോ അതെ 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 ഇത്ര. അപ്പൊ അത് വല്ലാതെ ലോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വര എന്നുള്ള ആ ഒരു ഇതില്ല. അത് കാരണം മാക്സിമം നോക്കിയിട്ട് തന്നെ കേറാറുള്ളൂ. ഇത് ഈ ഡിസിഷൻ അനാലിസിസ് ഒരു കോൺഫിഡൻസ് വരുന്നില്ലേ സർ? എനിക്ക് ഹോക്ക് കയറാനൊരു എനിക്ക് ഒരു എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ നല്ലോണം നോക്കിയിട്ട് കയറാന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ കയറണം തന്നെയാണ് എനിക്കും. കാരണം ആ ഒരു ടോപ്പിക് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് സാറ് പറഞ്ഞല്ലോ. അപ്പോ അതെ 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 അന്ന് 25% വെയിറ്റേജ് ഉണ്ട് എന്നുള്ളത് ബാലചന്ദ്രൻ സാറും പറയുണ്ടായിരുന്നു. അപ്പൊ കുറച്ചും കൂടി നല്ലോണം പിന്നെ വെയിറ്റേജിനെ കുറിച്ച് അതാണ് ഞാൻ ഞാൻ പറഞ്ഞു ഒരു ഓൾറെഡി. മാസം ഓക്കെ, വെയിറ്റേജിന്റെ ഓൾറെഡി പറഞ്ഞു. പറയാൻ പറ്റില്ല. അതെ അതെ അതെ. അതെ പക്ഷെ ആ ഒരു സെക്ഷൻ ഞാൻ കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് മിസ്സായ മാതിരി ആയിരുന്നു. ക്ലാസ്സുകളൊക്കെ ഒക്കെ റെക്കോർഡഡ് സെഷൻസ് ആണ് മോസ്റ്റ്ലി കണ്ടിരിക്കുന്നത്. അപ്പൊ ഓക്കെ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഈവൻ ഓക്കെ നോട്ട് ഞാൻ ചെയ്യും, പക്ഷെ എനിക്ക് ചെയ്യാനൊക്കെ കിട്ടുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഇപ്പൊ പ്രോബ്ലംസ് സാർ അവിടെ റെക്കോർഡഡ് സെഷൻസ് ചെയ്യുമ്പോഴും അതെ, അതില് സാറ് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ എനിക്ക് ചെയ്യാനൊക്കെ കിട്ടുന്നുണ്ട്. വളരെ ചുരുക്കം കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ കിട്ടാതിരുന്നിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ടോട്ടലി ഒന്നും കിട്ടാതിരുന്ന അല്ലെങ്കിൽ ചെയ്തത് തെറ്റിയ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ബാക്കിയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ വരുന്ന ഡൗട്ട്സ് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ 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 അത് പിന്നെ മെസ്സേജിലൂടെ സാർ കുറെയൊക്കെ ക്ലിയർ അതെ ചെയ്ത് അതെ 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 തന്നിട്ടുണ്ട്. അതെ. ഇനി എന്ത് ചെയ്യാന്നുള്ളത് ഈ ഇനി ഹോക്ക് എന്ന് പറയുന്നത് നിങ്ങളെ ഡാറ്റ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്, അതുപോലെ തന്നെ അതിൽ കാണുന്ന പെർസെൻറ്റേജ് ഒന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അതിലിപ്പോ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഫുള്ള് ചെയ്തിട്ട് ഒരു 20% നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളൂ. ഓക്കെ, അതിൽ നിന്ന് നിങ്ങളെ വിലയിരുത്തുക. ഓക്കെ, എന്താണ് ഞാൻ ഇത്ര പെർസെൻറ്റേജ് ഉള്ളത് എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ആ ഒരു കൺസെപ്റ്റ് അത്ര മനസ്സിലായിട്ടുള്ളൂ. ടോപ്പിക് വൈസ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഹോക്ക് തുറന്നു വെക്കുക. ഓക്കെ, ഞാൻ പറയുമ്പോൾ ഹോക്ക് തുറന്നു വെക്കുക. ഹോക്കിൽ നോക്കിയാൽ കാണും ഓരോ ടോപ്പിക്ക് പ്രോപ്പറായിട്ട്. സെക്ഷൻ സി എടുത്താൽ അതിലുള്ള ഓരോ ടോപ്പിക്കും സെപ്പറേറ്റ് ആയിട്ട് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് അതിൽ കാണും. ഒരു ജസ്റ്റ് ആ ഒരു സെർട്ടൈൻ ടോപ്പിക്സ് മാത്രം എന്ത് ചെയ്യുക, വായിക്കുക. ഓക്കെ, ആ ഒരു ടോപ്പിക് വൈസ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. പ്രോപ്പർലി ആ ഒരു ടോപ്പിക്ക് മാത്രം എടുക്കുക. എന്നിട്ട് ആ ഒരു മേക്ക് ഓർ ബൈ ഡിസിഷൻ അതാണ് അവിടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു മേക്ക് ഓർ ബൈ മാത്രം നോക്കുക, അതിൽ ഹോക്ക് ചെയ്യുക. ഓക്കെ, എന്നുണ്ടെങ്കിൽ ഹോക്ക് പ്രാക്ടീസ് ചെയ്ത് പോവുള്ളൂ. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മടുപ്പ് വരും, നിർത്തിപ്പോവും. ഓക്കെ, അതാണ് ഉണ്ടാവുക. അപ്പോൾ നോട്ട് ഹോക്ക് അത് വെച്ചിട്ട് അങ്ങനെ പാരലൽ ആയിട്ട് കൊണ്ടുപോകാം. ഓക്കെ, എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഹോക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം ഐ തിങ്ക് സെക്ഷൻ എയിൽ തന്നെ 358, സെക്ഷൻ ബിയിൽ അറൌണ്ട് 500 ആൻഡ് സംതിങ് ക്വസ്റ്റ്യൻസ് സെക്ഷൻ ബി കോർപ്പറേറ്റ് ഫൈനാൻസ്. അതുപോലെ തന്നെ സെക്ഷൻ സി അറൌണ്ട് 300 to 400 or 450 സംതിങ്. ഓക്കെ, അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ വലിയ തിയറി ഇല്ലാത്ത എല്ലാ സെക്ഷനിലും അറൌണ്ട് 300+ ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റയടിക്ക് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയൂല. ഓക്കെ, ഒറ്റയടിക്ക് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയൂല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു സർട്ടൻ ടോപ്പിക്സ് മാത്രം എടുക്കുക, ഹോക്ക് നോക്കുക. അതിൽ ഏത് ടോപ്പിക് വരെയാണ് ഒന്നിലുള്ളത് എന്ന് നോക്കിയിട്ട്, ഒരു ഹെഡിങ്ങിലുള്ളത് എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ആ ഒരു ടോപ്പിക്ക് എൻറ്റയർലി നോട്ട് പക്കാക്കുക.
നോട്ടിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അത് വൺസ് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഹോക്ക് ചെയ്യുക. ഹോക്ക് ചെയ്യുമ്പോൾ ഒരു 60 to 70% ഒക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയി എന്നാണ്. ഓക്കെ, 60 to 70% കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൺസെപ്റ്റ് ക്ലിയർ ആയി. ഓക്കെ, അല്ലെങ്കിൽ 60+, ഓക്കെ 60+ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൺസെപ്റ്റ് ക്ലിയർ ആയി. ഓക്കെ, ബിലോ 60 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എഗെയിൻ അതേ സെയിം പോർഷൻ എന്ത് ചെയ്യുക, നോട്ട് വായിക്കുക. അതിലുള്ള ഡൗട്ട് എന്ത് ചെയ്യുക, ഡൗട്ട് ചോദിക്കുക. ഓക്കെ, ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും. അല്ലെങ്കിൽ റെക്കോർഡിങ്സ് കാണുക. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു പോർഷന്റെ റെക്കോർഡിങ്സ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, എഗെയിൻ സെയിം ക്വസ്റ്റ്യൻസിനെ ഹോക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ 100% ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോഴേ കിട്ടൂ. എന്നുണ്ടെങ്കിൽ ഓരോ ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് അത് മൂവ് ആവുള്ളൂ, മടുപ്പില്ലാതെ പോവുള്ളൂ. നോട്ടും പിന്നെ അതുപോലെ തന്നെ ഇടക്ക് ഓഫും എല്ലാം കൂടി മിക്സ് ചെയ്ത് പോകുമ്പോൾ അത്ര മടുപ്പുണ്ടാവില്ല. ഓക്കെ, ഇത് ഹോക്ക് മാത്രം ആദ്യം നോട്ട് ഫുള്ള് നോക്കുക, പിന്നെ ഹോക്ക് നോക്കുക എന്ന് പറയുമ്പോൾ ഹോക്ക് നോക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവില്ല. നിങ്ങളത് ഡ്രോപ്പ് ചെയ്ത് പോകും. ഓക്കെ, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പിന്നെ ഡ്രോപ്പ് ചെയ്യും. പിന്നെ പിറ്റേ ദിവസം നോക്കാന്ന് പറഞ്ഞിട്ട് വളരെ കുറഞ്ഞ എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുള്ളൂ, മൂവ് ആവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഹോക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. ഓക്കെ, ഇത്രയും സോഫ്റ്റ്വെയറിന് ഇത്രയും പൈസ ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ അത് വാങ്ങി വെച്ചിട്ട് അത് യൂസ് ചെയ്യുക. ഓക്കെ, എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു തിയറി പോർഷൻ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാമെന്നും കൂടി വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹോക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ആരാധന ആൻഡ് സുബിത, നിങ്ങൾ രണ്ടുപേരും സെക്ഷൻ ഇയും സെക്ഷൻ എയും ഓൾറെഡി ചെയ്തിട്ടുണ്ടോ കംപ്ലീറ്റ് ആയിട്ട്? യെസ് സർ, ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല, പിന്നെ ചെയ്തിട്ടുണ്ട്. സുബിത എന്താ പറഞ്ഞ? ഞാനും ചെയ്തിട്ടുണ്ട് സർ. എൻറ്റയർലി ഫുൾ ഈ സെക്ഷൻ ഫുള്ള് എന്നുള്ളത് എങ്ങനെയാ സർ ഇതാവുക? ഞാൻ ചെയ്തിരിക്കുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പിക് വൈസ് ചെയ്തിട്ടില്ല. ഫുള്ളായിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ഇതാക്കിയിരിക്കുന്നത്. അതിൽ 25 ക്വസ്റ്റ്യൻസിന്റെ ഒരു സ്ലോട്ട്, അങ്ങനെ ടൈമർ വെച്ചിട്ടുള്ളതാണ് ഞാൻ അധികം ചെയ്തിരിക്കുന്നത്. ടൈമർ പിന്നെ നമ്മൾ റാൻഡം ആയിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും തരുമല്ലോ. എനിക്ക് ഫുള്ളായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് അതെങ്ങനെ മനസ്സിലായില്ല. പക്ഷെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ടോപ്പിക് വൈസ് ആയിട്ടുണ്ടാവും ക്വസ്റ്റ്യൻസ്. ടോപ്പിക് വൈസ് ചെയ്തിട്ടില്ല, ഫുള്ളായിട്ടുള്ള ഇത് അങ്ങനെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയല്ല, ടോപ്പിക് വൈസ് ആണ്. നിങ്ങൾ ആ ഒരു രീതിയിൽ ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ നിങ്ങൾ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് എൻറ്റയർലി കംപ്ലീറ്റ് ചെയ്ത്, അതായത് ടോപ്പിക് വൈസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെയാണ് അങ്ങനെ ചെയ്യേണ്ടത്. നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്ത് ആ രീതിയിൽ പോകരുത്. ഓക്കെ, ലൈക്ക് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണുന്നുണ്ടോ നോക്കുക. ഓപ്പിന്റെ സ്ക്രീന് ഷെയർ ചെയ്താൽ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണുന്നുണ്ടോ? ഇത് പാർട്ട് 2 ടെസ്റ്റ് ബാങ്ക് ആൻഡ് മോക്ക് എക്സാംസ് എന്നുള്ള ഹെഡിങ് ആണ്. ഓക്കെ, അതില് സെക്ഷൻ സി ആണ് നമ്മൾ എടുത്തത്. 403 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇതിൽ എന്ത് ചെയ്യാം, ഇതിൽ ഫസ്റ്റത്തെ MCQ ബൈ ടോപ്പിക്സ് ഇത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയും ടോപ്പിക്കുകൾ എന്ത് ചെയ്യാണ്ട് നമുക്ക് ഇതിൽ കൊടുക്കാണ്ട്. ഓക്കെ, ഇതിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? ഇത് 38 ഔട്ട് ഓഫ് 44, അതായത് 44 ക്വസ്റ്റ്യൻ ഉള്ളതിൽ 38 ക്വസ്റ്റ്യൻ ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇത് ഞാൻ ഒരു സ്റ്റുഡന്റിന് കൊടുത്തതായിരുന്നു. ഈ സ്റ്റുഡന്റ് ഇത് ചെയ്തിട്ട് ഒരു വർഷമായി ഉണ്ടാവും. ഒരു വർഷത്തിന്റെ ശേഷം അല്ലെങ്കിൽ ഒരു 8 മാസമൊക്കെ 8 മാസം മുമ്പാണ് ഇതിന് മുമ്പ് ആക്സസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 44ന്ന് ഈ 38 ഇപ്പൊ ഒരു 6 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ അഡീഷണൽ ആയിട്ട് വന്നതാ. അവൻ ഇത് ചെയ്ത സമയത്ത് 38 ക്വസ്റ്റ്യൻസ് ഇതിലുള്ളായിരുന്നു. ഓക്കെ, അതായത് ഈ സോഫ്റ്റ്വെയറിൽ ഓരോ ടൈം ആകുമ്പോൾ സെർട്ടൈൻ ടൈം പീരീഡ് കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്, സോഫ്റ്റ്വെയറിൽ വീണ്ടും പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ആവുന്നുണ്ട്. ഓക്കെ, അതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ സർ, ഇതില് ഞാൻ റൈറ്റില് സെക്ഷൻ സി റിവ്യൂ, സെക്ഷൻ സി ടൈംഡ് എക്സാം അതില്ലേ? എങ്ങനെ? മനസ്സിലായി. അതാണ് അതൊക്കെ ലാസ്റ്റ് ചെയ്യുക. ഓക്കെ, അതായത് എക്സാം പ്രിപ്പറേഷൻ ടൈമിൽ ചെയ്യേണ്ടതാ. നിങ്ങൾ എപ്പോഴും പക്ഷെ ഇങ്ങനെ ഒരു ഓപ്ഷൻസ് കണ്ടിട്ടില്ലല്ലോ സർ ഞങ്ങളുടെ ഇതില്. ഉണ്ടാവും, ഓഫ് കോഴ്സ് ഉണ്ടാവും.
ഒരു മിനിറ്റ് ഞാൻ കാണിച്ചത്. I don't know where to find the ടൈമർ MCQ ബാങ്ക്. ഇത് ടൈമർ വെച്ചിട്ടുള്ളതല്ല, ഇത് നോർമൽ ആണ്. അല്ല, Okay, ഇത് അല്ലാതെ ഉണ്ട് സർ, ടൈമർ അല്ലാത്തതും. അത് എത്ര ഒരു റാൻഡം എമൗണ്ട് ക്വസ്റ്റ്യൻസ് അടിക്കുക ഇതിൽ നിന്നാണ്. ആ, ഈ ക്വസ്റ്റ്യൻസ് റാൻഡം ദാറ്റ് മീൻസ് ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് വരിക. ടൈമർ ഇല്ലാതെ റാൻഡം ക്വസ്റ്റ്യൻസ് വരും. ആ നമുക്കിങ്ങനെ ആ ടോപ്പിക് സെലക്ട് ചെയ്യില്ല നമ്മളിപ്പോ. ഇന്ന ഇപ്പൊ റേഷ്യോ അനാലിസിസിന്റെ ആ ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് മീൻസ് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇങ്ങനെ ഓരോന്ന് വരും. ഇപ്പൊ നമ്മളിങ്ങനെ റാൻഡം ക്വസ്റ്റ്യൻസ് ക്ലിക്ക് ചെയ്താൽ കുറെ ക്വസ്റ്റ്യൻസ് വരും. 25, 30 എത്ര ക്വസ്റ്റ്യൻസ് മനസ്സിലായി വേണമെന്നുള്ളത് മനസ്സിലായി നമ്മളോട് മനസ്സിലായി. ചോദിക്കും. അതില് മാക്സിമം 100 ക്വസ്റ്റ്യൻസ് വരെ അറ്റ് എ ടൈമിൽ ഇടാം. ഓക്കെ, അത് മനസ്സിലായി. പക്ഷേ ആ, അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, ഇതിലുള്ള എൻറ്റയർ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടൂല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഫസ്റ്റ് CVP അനാലിസിസിന്റെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് നോക്കുക. നോട്ട് പഠിച്ച് നോട്ടിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതിന്റെ ശേഷം ഇവിടെ വന്നിട്ട് 44 എന്ന് അടിച്ചാൽ 44 ക്വസ്റ്റ്യൻസിൽ എൻ്റർ ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് സെക്ഷൻ. ഓക്കെ, ഈ സ്റ്റാർട്ട് സെക്ഷൻ അടിച്ചാൽ ഡയറക്റ്റ് ആയിട്ട് അതിലുള്ള 44 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 44 ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് സെക്ഷൻ. ഓക്കെ, ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് സ്റ്റാർട്ട് ചെയ്തതിന്റെ ശേഷം എന്ത് ചെയ്യാം, ഓരോന്ന് അറ്റൻഡ് ചെയ്യാം. ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് സി ആൻസർ അടിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തത് എന്താണ്, അടുത്തത് കറക്റ്റ് ആണോ നോക്കുക. ഓക്കെ, അഗൈൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റാൻഡം ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് ഇത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നോക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ ആ ഒരു സെക്ഷൻ എൻറ്റയർലി ഇതിൽ ഈ ഒരു സെക്ഷന് എത്ര പേർക്ക് ആവറേജ് എത്ര ആളുകൾ എത്രത്തോളം പെർസെൻറ്റേജ് വാങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു 76% നോർമലി ആളുകൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഇത്രയും എന്ത് ചെയ്യുന്നുണ്ട്, വേടിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ നോക്കുക. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഞാൻ നിങ്ങളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു രീതി ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, പ്രോഗ്രസ് ഉള്ളൂ. സർ എന്റെ വോയിസ് ക്ലിയർ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ സർ, എനിക്ക് ഇങ്ങനെ ടൈം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് എനിക്ക് എന്റെ വരുന്നില്ല. ഇതിലൊന്നും ടൈം ബേസ്ഡ് ആയിട്ടല്ല വന്നത്. ഓക്കെ, ടൈം അല്ലല്ല, ബേസ്ഡ് സുബിത ചേച്ചി പറഞ്ഞ പോലത്തെ ടൈം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് ഇല്ലേ, ശിവാനി ഈ രൂപത്തിലാണോ ചെയ്തത്? എന്റെ ടൈം ഇല്ല. ജസ്റ്റ് എന്താ പറയുക, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അവർ സൊല്യൂഷൻ മറിച്ചിട്ടുണ്ടാവും, ഒരു മിനിറ്റ് നമ്മൾക്ക് ആൻസർ ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വ്യൂ സൊല്യൂഷന് കൊടുത്തു കഴിഞ്ഞാൽ സൊല്യൂഷൻ കാണിക്കും. അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഇടുന്നത് ഞാൻ കാണിച്ചു തരാം. സർ ഞാനൊന്ന് അയച്ചിട്ടുണ്ട്, എന്റെ സ്ക്രീനിൽ ഇങ്ങനെയാ വരുന്നേ, ഒന്ന് നോക്കോ? ഓ, ഒരു മിനിറ്റ്. ഓക്കെ, ഓക്കെ, ഇനി ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. എൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ ഒരു വിൻഡോ? ഈ ഒരു രീതിയിലാണ് എൻ്റെ വരുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിലല്ലേ നിങ്ങളുടേലും വരുന്നത്? മൈ കോഴ്സസ് ഈ ഒരു രീതിയിലാണോ? യെസ് സർ. ഓക്കെ, ഇവിടുന്ന് എന്ത് ചെയ്യണം, സ്റ്റഡി CMA പാർട്ട് 2. ഓക്കെ, പാർട്ട് 2 ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ എൻ്റെ ഡയറക്റ്റ് എന്താണ്, ടെസ്റ്റ് ബാങ്കിന്റെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ടെസ്റ്റ് ബാങ്ക് എല്ലാം ഓപ്പൺ ആയി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സൈഡിലുള്ള ആരോ പ്രോപ്പർലി നിൽക്കിയാൽ ഇങ്ങനെ കാണും ഓരോന്നിന്റെ സ്റ്റാർട്ട് ഹിയർ, പേഴ്സണൽ സ്റ്റഡി പ്ലാൻ, സ്റ്റഡി പ്രോഗ്രസ്, ടെസ്റ്റ് ബാങ്ക് ആൻഡ് ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വിൻഡോ ഓപ്പൺ ആവും. ഓക്കെ, നിങ്ങൾ ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്തിട്ടുള്ള വിൻഡോ ഓപ്പൺ ആവും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? സുബിത ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ?
ഓഡിബിൾ അല്ലേ? ശുഭജയ്ക്ക് യെസ് സർ. കേൾക്കുന്നില്ലേ? ഓക്കെ ഓഡിബിൾ ആണ് സർ. ഓക്കെ. അപ്പോ സർ ഈ ഒരു അതില് സെക്ഷൻ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ലാസ്റ്റ് മീൻസ് ടോപ്പിക് വൈസിന്റെ ഡിസ്കഷൻ ഒക്കെ ഉണ്ട്. സെക്ഷൻ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ അയച്ചു തന്ന സ്ക്രീൻഷോട്ട് എനിക്ക് വന്നത്. ഏതില് സെക്ഷൻ റിവ്യൂ? നമ്മളിപ്പോ ഏതൊരു സെക്ഷൻ നമ്മൾ കഴിയുമ്പോഴും അതിന്റെ ലെഫ്റ്റ് ഒരു മിനിറ്റ് ഇതിലായിരിക്കും നിങ്ങൾ ഈ റിവ്യൂലാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് ഇതല്ല വേണ്ടത്. സെക്ഷൻ റിവ്യൂ എന്നുള്ളത് പറഞ്ഞ ഇപ്പൊ അങ്ങനെയല്ല സർ. ഒരു ഇപ്പൊ സെക്ഷൻ എ നമ്മൾ ചൂസ് ചെയ്തു, ഓക്കെ സെക്ഷൻ എ നമ്മൾ ക്ലിക്ക് ചെയ്തു, സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെ ഇതിലാണ് കാണും. പോകുന്നത് നിങ്ങൾ. അതിന്റെ താഴെ സെക്ഷൻ റിവ്യൂ കണ്ടോ? ഇതില് ഇതന്നെ സംഭവം. യെസ്. ഓക്കെ, ഇതില് നിങ്ങൾ എന്ത് ചെയ്തു? ചൂസ് അപ് ടു 50 റാൻഡം MCQ. ഓക്കെ, റാൻഡം MCQs പിന്നെ മറ്റേത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അതും ചെയ്തു. ഇനി മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കണ്ടോ, ടെസ്റ്റ് ബാങ്ക് ആൻഡ് മോക്ക് എക്സാംസ്. ഓക്കെ, ഓക്കെ, ഇത് ക്ലിക്ക് കണ്ടു. ചെയ്യുക. ഇതെന്താന്ന് വെച്ചാൽ ഇതിൽ ഓരോന്നിനും ക്വസ്റ്റ്യൻസ് ഓൾറെഡി പറഞ്ഞു പോകുന്നുണ്ട്. ഇതില് 17 യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, സെക്ഷൻ എയില് 17 യൂണിറ്റ്സ് ഉണ്ട്. ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ക്ലാസ് കാര്യങ്ങളുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടുണ്ട് അതിൽ ഈ പറയുന്ന ഓരോ ടോപ്പിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പൊ സെക്ഷൻ എ ആണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇത് അവിടെ ഉണ്ടായിരുന്നു, യൂണിറ്റ് 1 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോ ഇതിൽ ചെയ്താലേ നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ട് എന്ന് മനസ്സിലാവുള്ളൂ. ഈ റാൻഡം ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് എന്താ വരിക? ഇതിലുള്ള റാൻഡം ക്വസ്റ്റ്യൻസ് വരിക. അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിക്കാൻ വേണ്ടി പറ്റൂല, ടോപ്പിക് വൈസ് പഠിക്കാൻ വേണ്ടി പറ്റൂല. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ലൈക്ക് ഇവിടെ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇതിൽ 18 ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇതിൽ 18 ക്വസ്റ്റ്യൻസ് അടിച്ചാൽ എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്താൽ എന്ത് ചെയ്യും? 18 ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ആദ്യം കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ എന്ത് ചെയ്യുക? പ്രോപ്പർ നോട്ട് ഫുള്ള് നോക്കി മനസ്സിലാക്കുക, പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കുക. ഓക്കെ, ആ ഒരു രീതിയിലാണ് നിങ്ങൾ പോകേണ്ടത്. അല്ലാതെ മറ്റത് നിങ്ങൾക്ക് എന്താ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുക? റാൻഡം ക്വസ്റ്റ്യൻസ് അല്ലേ വരുന്നത്. അത് ചെയ്യാം എപ്പോ? ഇത്രയും ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് ഓരോന്ന് പഠിച്ചിട്ട് ലാസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? സെക്ഷൻ എന്റെ റിവ്യൂ. അതായത് ഇതുവരെ ഫുള്ള് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ റിവ്യൂ പോകും. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് റാൻഡം ക്വസ്റ്റ്യൻസ് ഇടും. അങ്ങനെ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് നമുക്ക് ഓൾറെഡി നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിൽ മനസ്സിലായി നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? നോട്ടിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക. എന്നിട്ട് അതിന്റെ ശേഷം ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇനി പുതുതായിട്ട് വരാനുള്ള കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തത് ഇപ്പൊ നേരത്തെ നിങ്ങൾ അവിടെ പറഞ്ഞില്ലേ സെക്ഷൻ റിവ്യൂ, സെക്ഷൻ എ റിവ്യൂവിന്റെ ഇതാണ് സുബിത അവിടെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ലൈക്ക് ഇങ്ങനെ വരും. ഇതിലെന്ത് ചെയ്യാം? ഇതിൽ 50 റാൻഡം ക്വസ്റ്റ്യൻസ് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? സ്റ്റാർട്ട് സെക്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ രീതിയിലാണ് വരുന്നത്. ആ രീതിയിലാണ് സുബിത ഇത്രയും കാലം ചെയ്തത്. ഓക്കെ, അങ്ങനെയല്ലേ നമുക്ക് വേണ്ടത്. ഓക്കെ, പിന്നെ ടൈമർ ഇട്ടിട്ട് ഇതിൽ കണ്ടോ ശിവാനി? ഇതിൽ 20 ക്വസ്റ്റ്യൻസ് വൺസ് എ എന്ന് പറയുന്ന സെക്ഷൻ, അല്ലെങ്കിൽ ഇപ്പോ നമുക്ക് എടുത്തിട്ടുള്ളത് ശിവാനിക്ക് എടുത്തിട്ടുള്ളത് സി എന്ന് പറയുന്ന സെക്ഷനാണ്. ഓക്കെ, സി എന്ന് പറയുന്നതിൽ പ്രൈസിങ്ങും ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അതൊഴിച്ചിട്ട് സി എന്ന് പറയുന്ന എന്റെ സെക്ഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ MCQ ബൈ ടോപ്പിക് ബൈ MCQ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? മൊത്തം കംപ്ലീറ്റ് ആയതിനു ശേഷം എന്ത് ചെയ്യാം? ഈ ഒരു 20 റാൻഡം ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു 20 റാൻഡം ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ മാത്രം ടോപ്പിക്സില് ടൈമർ ഇല്ലല്ലോ. ഇല്ല ഉണ്ടാവില്ല. അതിൽ ടൈമർ ഉണ്ടാവില്ല. ഇതിൽ ടൈമർ ഉണ്ടാവും. ഓക്കെ, ഇത് മൊത്തം ചെയ്തതിന് ശേഷം മാത്രമേ ടൈമർ ഓൺ ആക്കുക. ഇനി MCQ ദാറ്റ് മീൻസ് സർ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ടൈമർ വെച്ചിട്ട് ചെയ്യാം അല്ലേ? അതെ, അത് ചെയ്യാം. ഇനിയിപ്പോ ഓക്കെ, ടോപ്പിക് വൈസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഫുള്ള് ക്വസ്റ്റ്യൻസ് കിട്ടുള്ളൂ. അതെ, അത്രയും ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. അപ്പൊ ഇതിലിപ്പോ സെക്ഷൻ എയില് 500 സംതിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും ചിലപ്പോ അതുകൊണ്ടായിരിക്കും റാൻഡം വരുന്നോണ്ടായിരിക്കും ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു അതെ, ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരും. കാരണം റാൻഡം ക്വസ്റ്റ്യൻസ് ആണ് അതിന് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ രീതിയിൽ ചെയ്യാം. ഓക്കെ, ഓരോന്നും എന്നിട്ട് ഇതിലുള്ള ഓരോ ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് ഓരോന്നും എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. ഓരോന്നും ഇവിടെ 94% ഉള്ളതൊക്കെ എന്ത് ചെയ്യുക? 100% ആക്കുക. ഓരോന്നും 100% ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോഴാണ് ഒരു സെക്ഷൻ എൻറ്റയർ ആയിട്ട് മുഴുവനായിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് പറയാം.
ഹോക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അപ്പം എന്ത് ചെയ്യും കവറായി പോവും. എന്നിട്ട് അതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ഒരു സെക്ഷൻ റിവ്യൂ 20 ക്വസ്റ്റ്യൻസ് 36 മിനിറ്റ്സ് ഇതിൽ ഓൾറെഡി ടൈമർ ഉണ്ടാവും. ഇതിൽ 20 ക്വസ്റ്റ്യൻ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഇതിന്റെ ആൻസേഴ്സ് കിട്ടുള്ളൂ. ഇനി ഇതിൽ തന്നെ ഇവിടെ പറയുന്നുണ്ട് 90% മാർക്ക് നമ്മൾ MCQല് ഈ MCQല് സ്കോർ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് നമ്മളെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നമ്മൾ അച്ചീവ്മെന്റ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാനർ നമുക്ക് കിട്ടും. ഓക്കെ, അതൊക്കെ നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ അച്ചീവ്മെന്റ്സ് ഒക്കെ അതിൽ എന്ത് ചെയ്യുക, ഷോക്കേസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ തന്നെ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്ത് പോവുക. ഒരു വൃത്തിക്ക് നമ്മളുള്ള അച്ചീവ്മെന്റ്സോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതിൽ കൊടുക്കുക. എന്നിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ട് എങ്ങനെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ChatGPTയോ യൂട്യൂബോ പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും എങ്ങനെയെന്നുള്ളത്. ഓക്കെ, അതിലൊക്കെ പ്രോപ്പറായിട്ട് റെഫർ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ഒരു ഏറ്റവും അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് 90% MCQ എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പോവേണ്ടത്. ഇപ്പോ നിങ്ങൾക്ക് അപ്പോ ഷാമിൽ സാർ എടുക്കുന്ന സമയത്ത് സോഫ്റ്റ്വെയർ കിട്ടിയിട്ടില്ലേ? ഹലോ, യെസ് സർ. അപ്പോ ഈ ഒരു രീതിയിലൊന്നും പറഞ്ഞില്ല, സോഫ്റ്റ്വെയർ കാണിച്ചു തന്നിട്ട് പറഞ്ഞില്ല. നോ സർ. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് ഇത്രയും കണ്ടോ, ഈ 328 ക്വസ്റ്റ്യൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, മുഴുവൻ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പിക് വൈസ് തന്നെ പോകണം. ഓക്കെ ഓക്കെ, ഇനി ടോപ്പിക് പ്രോഗ്രസ്, ഇതിൽ ഓരോ ടോപ്പിക്കിന്റെ പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഓരോന്ന് എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി അതുപോലെ തന്നെ സെക്ഷൻ ഹിസ്റ്ററി, നമ്മൾ ലാസ്റ്റ് ചെയ്തതായിട്ടുള്ള എല്ലാതും ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഇതുവരെ നിങ്ങളെ ലൈഫിൽ എത്രത്തോളം ടൈം എടുത്തിട്ടുണ്ട്, ഇതൊക്കെ ഇതിൽ ടൈം അടക്കം കാണാൻ പറ്റും. നിങ്ങൾ ഓരോ സെക്ഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ടൈം എടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി പറ്റും. ഓക്കെ ഓക്കെ, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുക. ഈ രീതിയിലാണ് നിങ്ങൾ പോകേണ്ടത്. ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്, പക്ഷെ ഇല്ല സർ, ഞങ്ങൾക്ക് മറ്റേ ഹോക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു ഷാമിൽ സാർ എന്നല്ലാതെ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ രീതിയിലാണ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും. ദാറ്റ് മീൻസ് പ്രാക്ടീസ് കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് വെക്കണതിന്റെ മുമ്പാണ് അധികം ചെയ്തിട്ടുണ്ടായിരുന്നത്. ടോപ്പിക് ഫുൾ കവർ ചെയ്തതിന് ശേഷം ടോപ്പിക് വൈസ് പോയില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളിപ്പോ ചെയ്തതൊക്കെ അതില് പ്രോഗ്രസ് ആയിട്ട് കാണുന്നുണ്ടാവും. ഓക്കെ, പ്രോഗ്രസ് ആയിട്ട് അവിടെ മാറും. ഓക്കെ, ഇതില് ഇപ്പോ നിങ്ങൾ ഇതിന്ന് ഈ ക്വസ്റ്റ്യൻസ് തന്നെയാണ് റാൻഡംലി വരിക. ഇതിലുള്ള 328 ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ ഏഴിലുള്ളത്. ഈ സെക്ഷൻ ഏഴിലുള്ള 328 ക്വസ്റ്റ്യൻസ് ആണ് റാൻഡം ആയിട്ട് അതിൽ സെലക്ട് ആയിട്ട് വരിക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, കൗണ്ട് ചെയ്യും. ഓക്കെ, ഇവിടെ കൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പോ എന്ത് ചെയ്യുക, റിമൈനിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ പുതുതായിട്ട് ഇപ്പോ ടോപ്പിക് ബേസ് ആയിട്ട് ഇപ്പോൾ ഇനി മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. ഓക്കെ, ഓരോ ടോപ്പിക്കും എന്ത് ചെയ്യുക, ഇപ്പോൾ ഇതിൽ 18 ക്വസ്റ്റ്യൻ ഉള്ളത്, ഇതിലുള്ള ഈ ഒരു ഭാഗം നോക്കുക പ്രോപ്പറായിട്ട്, ഈ ഒരു ടോപ്പിക്ക് നോക്കുക, നോട്ടിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഹോക്ക് എടുത്തിട്ട് 18 ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യുക. 18 ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചിട്ട് അത് ഫുള്ള് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത ടോപ്പിക് നോക്കുക, ഇൻട്രൊഡക്ഷൻ ടു റേഷ്യോ അനാലിസിസ്. ഇൻട്രൊഡക്ഷൻ, ഈ ഒരു 5 ക്വസ്റ്റ്യന് ഓൾറെഡി നിങ്ങൾ റേഷ്യോ അനാലിസിസ് പഠിച്ചു കഴിയുമ്പോഴത്തേന് ഇതിലുള്ള 5 ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. പിന്നീട് എന്താ, ലിക്വിഡിറ്റി റേഷ്യോസ്. ഫസ്റ്റ് എടുത്ത റേഷ്യോ ലിക്വിഡിറ്റി റേഷ്യോ ആണെങ്കിൽ ലിക്വിഡിറ്റി റേഷ്യോ, അതിൽ 51 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഈ 51 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിൽ തെറ്റുന്നത് വീണ്ടും അറ്റൻഡ് ചെയ്യുക. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് ആദ്യം ഈ ഓരോന്നും അറ്റൻഡ് ചെയ്ത് ടോപ്പിക്ക് നോക്കുക, അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ പോവുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിലൊക്കെ തെറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അതൊന്നും എന്ത് ചെയ്യൂല, ഇവിടെ കൗണ്ട് ചെയ്യൂല. ഇതിൽ കറക്റ്റ് ആയതേ കൗണ്ട് ചെയ്യുള്ളൂ.
ഇനിയിപ്പോ ഇപ്പൊ ഇതേപോലെ ഒരു വട്ടം ചെയ്തു 17 ക്വസ്റ്റിനെ കറക്റ്റ് ആയിരുന്നു, ഒരു ക്വസ്റ്റിന് തെറ്റായിരുന്നു. ഇത് ഫുള്ള് ചെയ്ത് നിന്നതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് മേലെ വരിക. ഇതിൽ എത്ര എണ്ണാണോ കംപ്ലീറ്റ് കറക്റ്റ് അല്ലാത്തത് അത് ടൈപ്പ് ചെയ്യുക. ഇപ്പൊ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റ് അല്ലാത്തത്, അത് ടൈപ്പ് ചെയ്തിട്ട് ആ ഒരു ക്വസ്റ്റിന് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം. ഇവിടെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ 2 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യാറ്, അപ്പൊ 2 എന്ന് കൊടുക്കുക. എന്നിട്ട് ആ 2 ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യുക. ഇവിടെ എത്ര ക്വസ്റ്റ്യൻ 12 ക്വസ്റ്റ്യന് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്ട്, അപ്പൊ ഇവിടെ 12 എന്ന് കൊടുക്കുക. ഓക്കെ, ഓരോന്നും അങ്ങനെ രണ്ടാമതും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിൽ 100% ആക്കുക. ഈ ഒരു സെക്ഷൻ എ അല്ലെങ്കിൽ ഇപ്പൊ ഇനി വേറെ ഏതെങ്കിലും സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ 100% ആക്കുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ക്ലിയർ ആയിട്ടുണ്ടോ? യെസ് സർ. ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഇതുപോലത്തെ ഡൗട്ട് വരാൻ പാടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, ഇപ്പൊ നമ്മൾ എടുക്കുന്നതിൽ പ്രൊഫഷണൽ എത്തിക്സ് ആണ് എടുക്കുന്നത്. 130 ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക്. ഓക്കെ, 130 ക്വസ്റ്റ്യൻസ്. ഇതിൽ തന്നെ 15 റാൻഡം ക്വസ്റ്റ്യൻസ് MCQ ഉണ്ട്. ഓക്കെ, അത് ലാസ്റ്റ് ചെയ്യാറുള്ളൂ 27 മിനിറ്റ്സ്. ഓക്കെ, അപ്പോ ഇവിടെ ടോപ്പിക് വൈസ് ചൂസ് ചെയ്യാം. ഓക്കെ, ഇതില് ബിസിനസ് എത്തിക്സ് നമ്മൾ എടുത്തതാണ്, ബിസിനസ് ഫ്രോഡ് നമ്മൾ എടുത്തതാണ്, വാല്യൂ ഫോർ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് നമ്മൾ എടുത്തതാണ്, IMA കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് ഫ്രോഡ് ട്രയാങ്കിൾ ഇത് നമ്മൾ എടുത്തതാണ്. 40 ക്വസ്റ്റ്യൻസ് അതിൽ തന്നെ ഉണ്ട്. ഓക്കെ, എത്തിക്കൽ കൺസിഡറേഷൻ ഫോർ ദ ഓർഗനൈസേഷൻ ഇത് നമ്മൾ ഇനി എടുക്കാനുള്ളതാണ്. ക്രിയേറ്റിംഗ് എ വാല്യൂ ബേസ്ഡ് എത്തിക്കൽ കൾച്ചർ അതൊന്നും എടുക്കാനുള്ളതാണ്. ഗവൺമെന്റ് ഇൻഫ്ലുവൻസ് ഓൺ കോർപ്പറേറ്റ് ബിഹേവിയർ, സസ്റ്റൈനബിലിറ്റി ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇത്രയും കാര്യങ്ങൾ എടുക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ എടുത്തത് ഏകദേശം ഇത്രയും ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതായത് 46, 54, പിന്നെ 61 ക്വസ്റ്റ്യൻസ്, അറൌണ്ട് 65 ക്വസ്റ്റ്യൻസിന്റെ ഉള്ളിൽ 60 to 65 ക്വസ്റ്റ്യൻസിന്റെ ഉള്ളിൽ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് 130 ക്വസ്റ്റ്യൻസിൽ. ഇനി റിമൈനിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും, എന്നിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് പോവേണ്ടത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. പിന്നീട് അത് മനസ്സിലായിട്ടില്ല എന്നുള്ള രീതിയിൽ പറയരുത്, അതുകൊണ്ടാണ് സർ ചോദിച്ചത്. ചെയ്ത് നോക്കിയിട്ട് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കാം, ഒന്ന് നോക്കണമല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, ട്രൈ ഈ ചെയ്ത് രീതി നോക്കിയിട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ അപ്പൊ ഓക്കെ 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 ഓക്കെ, ഇപ്പൊ ടോപ്പിക്സ് വൈസ് ആണ് നോക്കേണ്ടതെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അതിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, നിങ്ങളെ പ്രോഗ്രസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ ഓക്കെ, സർ. അപ്പൊ ഏത് ടോപ്പിക്ക് കൂടുതലായിട്ട് പഠിക്കണം എന്നുള്ളത് മനസ്സിലാവും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ആ ഓക്കെ സർ. ഇത് നമ്മൾ റാൻഡം ആയിട്ട് ചെയ്യുമ്പോഴും അതിന്റെ ഇത് വരുന്നുണ്ട്, പക്ഷെ ഫുൾ പ്രോബ്ലം ഇപ്പൊ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ കവർ ചെയ്ത് പോകില്ല. പറ്റുന്നുണ്ടാവില്ല. അതെ, ആ ഫുൾ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോകില്ല. വൺസ് ഈ ഒരു സെക്ഷൻ ഒക്കെ കംപ്ലീറ്റ് ആയാൽ നിങ്ങൾ റാൻഡ് ഔട്ടോളൂ. ഓക്കെ, വൺസ് ഈ ഒരു സെക്ഷൻ എൻറ്റയർലി ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോളൂ, റാൻഡം ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് എത്രത്തോളം കറക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളത് ഇടക്കിടക്ക് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അല്ലാതെ ടോപ്പിക് വൈസ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത്, അതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ. ഓക്കെ സർ. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്താ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് പറഞ്ഞേ. വേറെ ലാസ്റ്റ് ക്ലാസ്സിൽ അത് മൊത്തമായിട്ട് ഓവറോൾ ആയിട്ട് പറയാം. ലാസ്റ്റ് ക്ലാസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യന് മുമ്പ് വേറെ ഒന്നും എടുത്തിട്ടില്ല. സജഷൻ ടു റെഡ്യൂസ് ഫ്രോഡുലന്റ് ആക്ടിവിറ്റി അത് മാത്രമേ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതെ, ഈ ഒരു ടോപ്പിക് അല്ലേ. അതോടുകൂടി പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്ന ടോപ്പിക് മെയിൻ ടോപ്പിക് 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ടോപ്പിക് 3 ആണ്. ഇവിടെ ടോപ്പിക് 2 എന്നാണ് കൊടുത്ത് മാറിയതാണ്. ഓക്കെ, ഇത് ടോപ്പിക് 3 ആണ്, ഓർഗനൈസേഷണൽ എത്തിക്സ്. ഓക്കെ, എന്താണ് ഓർഗനൈസേഷണൽ എത്തിക്സ്? എന്താണ് ഓർഗനൈസേഷണൽ എത്തിക്സ്? നമ്മളൊരു
ഓർഗനൈസേഷൻ നടത്തുന്ന സമയത്ത് അതില് ഡിസ് എന്താ പറയാ ഡിസ്ക്രിപ് ഉം. ഒരു ഓർഗനൈസേഷന്റെ പ്രിൻസിപ്പിൾസും വാല്യൂസും അതേപോലെ ഇൻക്ലൂഡ് കളവ് എങ്ങനെ ഫ്രോഡ് നടത്താൻ പാടില്ല. ഇപ്പൊ വിജയ് മല്യ നടത്തിയ പോലെ വിജയ് മല്യ സ്വന്തം എയർലൈൻ കിങ്ഫിഷർ എയർലൈനില് നടത്തിയ സ്കാമില്ലേ ഉം. ഒരു എയർലൈനെ തന്നെ റൂയിൻ ചെയ്തില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് ഓർഗനൈസേഷനിൽ എത്തിക്സ്. ഓക്കെ, അത് നമ്മൾ ബിസിനസ്സിലും പഠിച്ചില്ലേ, ബിസിനസ് ഫ്രോഡായിട്ട് പറഞ്ഞ സംഭവം അല്ലേ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ കീപ്പ് ചെയ്യേണ്ട എത്തിക്സ്, എൻറ്റയർ ഓർഗനൈസേഷൻ കീപ്പ് ചെയ്യേണ്ട എത്തിക്സ്. ഓക്കെ ഓക്കെ എത്തിക്കൽ കൺസിഡറേഷൻ ഫോർ ദ ഓർഗനൈസേഷൻ എന്തൊക്കെ എത്തിക്കൽ കൺസിഡറേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഓർഗനൈസേഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ആ ഓർഗനൈസേഷൻ സൊസൈറ്റിയോട് കീപ്പ് ചെയ്യേണ്ട എത്തിക്സ്, ഓക്കെ, ബിസിനസ്സിനോട് കീപ്പ് ചെയ്യേണ്ട എത്തിക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ സർ. എംപ്ലോയി ethical conduct affect organization reputation and its growth. ഓക്കെ, എംപ്ലോയിയുടെ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ത് ചെയ്യണം, ഓർഗനൈസേഷന്റെ റെപ്യൂട്ടേഷനും ഗ്രോത്തിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു എംപ്ലോയി എത്തിക്കൽ ആണോ ബിഹേവ് ചെയ്യുന്നത്, അൺഎത്തിക്കൽ ആയിട്ടാണോ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അവരെ ബിഹേവിയർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓർഗനൈസേഷന്റെ റെപ്യൂട്ടേഷനും നമ്മുടെ ഓർഗനൈസേഷന്റെ ഗ്രോത്തിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. ഓക്കെ, എംപ്ലോയീസ് ആൻഡ് കമ്പനീസ് ഷുഡ് കൺഫേം വിത്ത് അപ്ലിക്കബിൾ ലോസ്. ഓക്കെ, അവർക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, പാലിക്കണം. ഓക്കെ, ആൻ ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് എൻ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, കുറച്ച് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ ഒരു റൂൾസ്, എങ്ങനെയൊക്കെയാണ് ആ ഒരു കമ്പനി ആ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യേണ്ടത്, അതിനെ കുറിച്ച് എന്ത് ചെയ്യണം, ഒരു റൂൾസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ആ ഓർഗനൈസേഷൻ എത്തിക്കൽ റൂൾസ് എന്ത് ചെയ്യണം. എങ്ങനെ സർ ഇടയ്ക്ക് സർ കട്ടായി. ഇപ്പൊ ഓക്കെ ആണോ? ആ സർ. ഓക്കെ, അതായത് ഒരു ഓർഗനൈസേഷന് കീപ്പ് ചെയ്യേണ്ട എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, ഒരു റൂൾസ് വേണം, എങ്ങനെ ആ ഒരു ഓർഗനൈസേഷൻ എത്തിക്കൽ ബിഹേവിയർ ആയിട്ട് നടക്കാം, അല്ലെങ്കിൽ എംപ്ലോയീസ് എങ്ങനെയൊക്കെ ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അവിടെ ആ ഓർഗനൈസേഷന് സ്പെസിഫിക് ആയിട്ട് ഉണ്ടായിരിക്കണം. വിത്ത് ഗ്ലോബലൈസേഷൻ റിസ്ക് ഓഫ് അൺഎത്തിക്കൽ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ആസ് കൾച്ചേഴ്സ് വാരി വൈഡ്ലി അക്രോസ് കൺട്രീസ്. ഓക്കെ, അതിൽ പറയുന്നത് വിത്ത് ഗ്ലോബലൈസേഷൻ റിസ്ക് ഓഫ് അൺഎത്തിക്കൽ ആക്ടിവിറ്റീസ് ഇൻക്രീസ്. നമ്മൾ ഗ്ലോബലൈസേഷൻ കാരണത്താൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ അൺഎത്തിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൾച്ചറും കാര്യങ്ങളൊക്കെ വൈഡില് എല്ലാ കൺട്രികളിലും വേൾഡ് മൊത്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഗ്ലോബലൈസേഷൻ കാരണത്താൽ നമ്മുടെ കമ്പനിക്ക് വരുന്ന അൺഎത്തിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതുകൊണ്ട് വരുന്ന റിസ്ക് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ആവുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ലൈക്ക് മാർക്കറ്റിന്റെ ഈ ഗ്രോത്തിന് കാര്യങ്ങൾക്കൊക്കെ ചേഞ്ച് വരുമ്പോൾ ഇതൊക്കെ നമ്മൾ അൺഎത്തിക്കലായിട്ട് ബിഹേവ് ചെയ്യാൻ ഉള്ള ചാൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? യെസ് സർ. ഒന്ന് ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയട്ടെ, കാരണം ആരും ക്യാമറ ഓൺ ആക്കിയിട്ടല്ല ഇരിക്കുന്നത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഓക്കെ നിങ്ങൾ സർ. ക്യാമറ ഓൺ ആക്കി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫേസ് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ ക്യാമറ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് ഒരു കമ്പനിയുടെ ഒരു ഓർഗനൈസേഷന്റെ ഒരു എത്തിക്കൽ ആയിട്ടുള്ള കോർ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്, ഒരു ഓർഗനൈസേഷൻ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള കോർ വാല്യൂസ്. ഓക്കെ, അതിലൊന്നാണ് ട്രാൻസ്പെറൻസി, മീനിങ് ദ കമ്പനി ഈസ് ഓപ്പൺ ആൻഡ് ഓണസ്റ്റ് വിത്ത് ഇറ്റ്സ് എംപ്ലോയീസ് ആൻഡ് വിത്ത് ദ പബ്ലിക്. ഒരു കമ്പനി എന്താണ്, ഭയങ്കര ഓപ്പൺ ആയിട്ടായിരിക്കണം, ആരോടൊക്കെ, എംപ്ലോയീസിനോടും പബ്ലിക്കിനോടും എന്തായിരിക്കണം, പ്രോപ്പർലി ട്രാൻസ്പെറന്റ് ആയിരിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം. ഓക്കെ ഓക്കെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ആണ് സസ്റ്റൈനബിലിറ്റി. രണ്ടാമത്തെ കോർ വാല്യൂ ആണ് സസ്റ്റൈനബിലിറ്റി. എന്താണ് സസ്റ്റൈനബിലിറ്റി? സസ്റ്റൈനബിലിറ്റി എന്താണ്? എന്താണ് സസ്റ്റൈനബിലിറ്റി?
ഒരേ മാതിരി നില നിലനിന്ന് നിലനിൽക്കുക. നിലനിന്ന് പോകുന്ന സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് പറയും. ഓക്കെ, നിലനിന്ന് പോകുന്ന, നിങ്ങൾ ഇതിൽ സെക്ഷൻ എയിൽ പഠിച്ചിട്ടുണ്ടാവല്ലോ സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റ് ഇല്ലേ, ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്ഷൻ എയിലുണ്ട്. ഓക്കെ, യെസ് സർ. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് കീപ്പ് ചെയ്ത് പോവുക, അല്ലാതെ ഇവിടെ പറയുന്നത് എന്താ, മീനിങ് ഇറ്റ് കണ്ടക്ട് ബിസിനസ് ഇൻ എ വേ ദാറ്റ് ഡസ് നോട്ട് റോബ് ദ ഫ്യൂച്ചറിനെ കട്ടെടുക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള രീതിയിലല്ല ബിസിനസ് പോവേണ്ടത്. ഫ്യൂച്ചറിന് ഗ്രോത്ത് ഉണ്ടാകുന്ന രൂപത്തിൽ, ചെറിയ ഗ്രോത്ത് ആണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മുകളിലോട്ട് പോകുന്ന രീതിയിലായിരിക്കണം. ഒരു സസ്റ്റൈനബിൾ ഗ്രോത്ത്, നിലനിന്ന് പോകുന്ന ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, സസ്റ്റൈനബിലിറ്റി എന്നർത്ഥം. ഇപ്പോ നിങ്ങൾ അതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, KGF ഫിലിം കണ്ടിട്ടുണ്ടോ? KGF Yes, sir. 2, KGF 2 മൈൻസ് 9 മൈൻസിന്റെ ഒരു സ്റ്റോറി ഇല്ലേ, ലൈക്ക് 9 മൈൻസ് ഒറ്റയടിക്ക് അവൻ പൊട്ടിച്ചിട്ട്. ഓക്കെ, ആ ഒരു കാര്യം ഓർമ്മയുണ്ടോ? ആ ഒരു ഫിലിമിൽ 9 മൈൻസ്, അതായത് ശരിക്കും അത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതായിരുന്നു. ഇത്ര ടൈം കൂടുമ്പോൾ ഇത്രയും മൈൻസ് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഗോൾഡ് ഡിഗ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ, ആദ്യത്തെ പ്ലാൻ. ഈ ഒരു ആക്ടർ വന്നിട്ട്, അതായത് ആ ഒരു ഫിലിമിലെ ഹീറോ വന്നിട്ട് എന്താ ചെയ്യുന്നത്, 9 മൈനും ഒറ്റയടിക്ക് പൊട്ടിക്കുകയാണ്. ഓക്കെ, അതെന്താണ്, അത് ഫ്യൂച്ചറിനെ റോബ് ചെയ്യുന്ന രൂപത്തിലാണ് ആ ഒരു പ്രവർത്തനം നടത്തുന്നത്. ഓക്കെ, ഫ്യൂച്ചറിനെ റോബ് ചെയ്യുന്ന രൂപത്തിലാണ്. കാരണം 9 മൈൻസ് 9 ടൈം പീരീഡിൽ പൊട്ടിക്കാൻ വെച്ചിരുന്നത് അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യാണ്, അത് പൊട്ടിച്ചിട്ട് ഫ്യൂച്ചറിനെ റോബ് ചെയ്യുന്ന രീതിയിലാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ബിസിനസിനെ കുറിച്ച് പറഞ്ഞതാണ്. ഓക്കെ, അതുപോലെ തന്നെ കൊക്കക്കോളന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു കൊക്കക്കോളന്റെ വിഷയം? വള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തില്, അതറിയോ? കൊക്കക്കോളന്റെ ഇഷ്യൂ എന്തായിരുന്നു? പറഞ്ഞേ, അറിയില്ലേ? കൊക്കക്കോളയിൽ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്താ പറയാ, ഭയങ്കര ഹാർംഫുൾ ആണ്, അങ്ങനെയാണോ? സബ്സ്റ്റൻസിന്റെ അല്ലായിരുന്നു അവിടെ. അവര് വള്ളം യൂസ് ചെയ്യുന്നത് അത്രയും ക്വാണ്ടിറ്റി വാട്ടർ യൂസ് ചെയ്തിട്ട് ഒരു പ്രദേശത്ത് വെള്ളമില്ലാത്തൊരു ബുദ്ധിമുട്ട് വന്നില്ലേ? അത് നിങ്ങൾ യെസ് സർ. അതെ 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 അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോ അതെന്താണ്, അത് ഫ്യൂച്ചറിനെ റോബ് ചെയ്യുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, അവരവരുടെ ബിസിനസ് നടത്തിയത് അല്ലേ? ഭാവിയെ റോബ് ചെയ്യുന്ന രൂപത്തിലല്ലേ അവരവരുടെ ബിസിനസ് നടത്തിയത്. യെസ് സർ. ഓക്കെ, ഇതൊക്കെ എന്താണ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് അടുത്ത കോർ വാല്യൂ ആണ് എന്ത്, റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി എന്താ, മീനിങ് ഇറ്റ് ഈസ് കമ്മിറ്റഡ് ടു ഇന്റഗ്രിറ്റി ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, നമ്മൾ കമ്പനിക്ക് എന്ത്, സൊസൈറ്റിയോട് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ലൈക്ക് സോഷ്യൽ CSR ആക്ടിവിറ്റി എന്നൊക്കെ പറയും. എല്ലാ കമ്പനിക്കും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, അവര് കുറച്ച് പൈസ എന്ത് ചെയ്യും, മാറ്റി വെക്കും. ഓക്കെ, ഒരു ബിസിനസ്സിൽ അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, കുറച്ച് ഫണ്ട് മാറ്റി വെക്കും. ഓക്കെ, അത് അറിയില്ലേ? CSR ആക്ടിവിറ്റി ഒക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, അതെന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓരോ കമ്പനിക്കും എന്തുണ്ട്, സൊസൈറ്റിയോട് കുറച്ച് റെസ്പോൺസിബിലിറ്റി അവർ തീർക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ലൈക്ക് ഇപ്പോൾ ഒരു വലിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ആളുകൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, അത് ഒരു ടൈപ്പ് ഓഫ് CSR ആക്ടിവിറ്റി ആണ്. ഓക്കെ ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഓക്കെ, അതാണ് റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കോർ വാല്യൂസിൽ, 3 കോർ വാല്യൂ ആണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. ഫസ്റ്റ് മെയിൻ ഹെഡിങ് ആയിട്ട് ഓർഗനൈസേഷണൽ എത്തിക്സ്, ടോപ്പിക് 3 ആണ്, 2 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. അത് ടോപ്പിക് 3 ആക്കുക. ഓർഗനൈസേഷണൽ എത്തിക്സ്, എത്തിക്കൽ കൺസിഡറേഷൻ ഫോർ ദ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ 4 പോയിന്റ് എഴുതി വെക്കുക. കോർ വാല്യൂസിൽ ഈ 3 പോയിന്റ് എഴുതി വെക്കുക. എന്നിട്ട് അൺമ്യൂട്ട് ചെയ്ത് പറയാം കേട്ടോ, ചെയ്ത് കഴിഞ്ഞിട്ട്.
കഴിഞ്ഞു. ഹലോ സർ, ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? എല്ലാവരും കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? യെസ് സർ. എന്റെ Yes, sir. ഓക്കെ. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ അല്ലേ? യെസ്. Yes, sir. ഓക്കെ. ഇനി അടുത്താണ് കോർപ്പറേറ്റ് കൾച്ചർ. ഓക്കെ ഓക്കെ corporate culture. Okay. The organization is expected to be proactive and provide an environment where employees are encouraged to behave ethically in a manner consistent with the culture of the organization. Okay. കോർപ്പറേറ്റ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ എംപ്ലോയീസിനൊക്കെ ഇൻഫ്ലുവൻസ് ആവേണ്ട രൂപത്തിലുള്ള ഒരു എത്തിക്കൽ കൾച്ചർ എന്ത് ചെയ്യണം, നമ്മളുടെ ആ ഒരു ഓർഗനൈസേഷനിൽ ഡെവലപ്പ് ചെയ്ത് വരണം. ഓക്കെ, അപ്പോൾ അതാണ് കോർപ്പറേറ്റ് കൾച്ചറിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ഓർഗനൈസേഷന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകേണ്ട ഒരു എത്തിക്കൽ കൾച്ചർ. ഓക്കെ, അതിനെ കുറിച്ചാണ് കോർപ്പറേറ്റ് കൾച്ചറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? Yes, sir. Okay. Thus, the organization is responsible for creating and defining the ethical standards of behavior. ഏതൊക്കെ രൂപത്തിലുള്ള എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്ന ആരാണ്? ആ ഓർഗനൈസേഷൻ ആണ്. എങ്ങനത്തെ എത്തിക്കൽ രൂപത്തിലാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അവരുടെ എംപ്ലോയീസിന്റെ അടുത്ത് നിന്നൊക്കെ അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കോർപ്പറേറ്റ് കൾച്ചറിലൂടെ എംപ്ലോയീസിന് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ Also, the organization must take responsibility for the actions of its members when unethical behavior occur. Okay. Also, the organization must take responsible for the action of its members when unethical behavior occur. അതുപോലെ തന്നെ അൺഎത്തിക്കൽ ആയിട്ടുള്ള ഈ ഓർഗനൈസേഷന് എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈ ഓർഗനൈസേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള പാർട്ടീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അൺഎത്തിക്കൽ ആയിട്ടുള്ള ബിഹേവിയർ നടന്നാൽ അവരെന്ത് ചെയ്യണം, ഈ ഓർഗനൈസേഷൻ അതിനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണം. ഓക്കെ, അത് അതിൽ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ. Okay, sir. അതൊന്ന് എഴുതിയെടുത്തെ. അതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? No, sir. എഴുതി കഴിഞ്ഞിട്ട് പറയാം കേട്ടോ.
ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു മിനിറ്റ് സർ. ഓക്കെ. കഴിഞ്ഞു. കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാവരും കഴിഞ്ഞു? യെസ് സർ. Yes, sir. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഈ കോർപ്പറേറ്റ് കൾച്ചറിന് തന്നെ 3 കീ എലമെന്റ്സ് ഓഫ് എത്തിക്കൽ കോർപ്പറേറ്റ് കൾച്ചർ ആണ്. ഓക്കെ, ഇവിടെ ഒരു ഹെഡിങ് ഉണ്ട്, 3 കീ, അതൊന്ന് എഴുതി വെക്കെ. 3 കീ എലമെന്റ്സ് ഓഫ് എത്തിക്കൽ കോർപ്പറേറ്റ് കൾച്ചർ. 3 കീ എലമെന്റ്സ് ഓഫ് എത്തിക്കൽ കോർപ്പറേറ്റ് കൾച്ചർ. എഴുതിയോ? Yes, sir. ഓക്കെ, 3 key elements of ethical corporate culture. ഓക്കെ, അതിൽ ഫസ്റ്റ് എലമെന്റ് ആണ് എത്തിക്കൽ ലീഡർഷിപ്പ്. As reflected by the board of directors, senior executives and other managers, the moral tone of an organization is set by its top management because other managers and employees look to the top for information regarding acceptable practices. ഓക്കെ, അതായത് ഒരു മോറൽ ടോണ് നമ്മൾ എവിടുന്ന ആരാണ് സെറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടുന്ന നമ്മൾ കണ്ടുപഠിക്കുന്നത്? ഇപ്പോ ഒരു കമ്പനിയിൽ നമ്മളുടെ സീനിയർ പൊസിഷനിലുള്ള ആളുകൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് പങ്ക്ച്വൽ ആയിട്ട് എന്നും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, സീനിയർ മാനേജേഴ്സോ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ സീനിയർ എക്സിക്യൂട്ടീവ്സോ ഒക്കെ ഇവരാരെങ്കിലും വെൽ ഡ്രസ്ഡ് ആയിട്ട് പങ്ക്ച്വൽ ആയിട്ടൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എംപ്ലോയീസ് എന്ത് ചെയ്യും? അതുപോലെ തന്നെ ബിഹേവ് ചെയ്യും. ഓക്കെ, അപ്പോ ഒരു എത്തിക്കൽ കൾച്ചർ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇത് സീനിയർ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഈ ഒരു രൂപത്തിൽ എന്നും പഞ്ച്വലായിട്ട് വരണം, അല്ലെങ്കിൽ എന്നും പ്രോപ്പർലി ഇത്ര അവേഴ്സ് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ വേറെ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പഞ്ച്വലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യം. ഓക്കെ, അതായത് പഞ്ച്വലായിട്ട് വരണം എന്നുള്ള രീതിയിൽ മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഈ സീനിയർ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? എംപ്ലോയീസ് പഠിക്കുന്നത്. അപ്പോൾ അവര് നല്ല രൂപത്തിൽ പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും? ഈ ഒരു ജൂനിയർ എംപ്ലോയീസും അല്ലെങ്കിൽ വർക്കേഴ്സും എന്ത് ചെയ്യും? പ്രോപ്പറായിട്ട് അതേപോലെ തന്നെ നല്ല രീതിയിൽ ഒരു എത്തിക്കൽ കൾച്ചർ കീപ്പ് ചെയ്ത് പോകും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? യെസ് സർ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ആണ് സെറ്റ് ഓഫ് കോർ എത്തിക്കൽ വാല്യൂസ്. എ സെറ്റ് ഓഫ് കോർ എത്തിക്കൽ വാല്യൂസ് that have been ingrained throughout the organization through policies, process and practices that facilitate the display of ethical behavior and reduce likelihood of misconduct. Okay,
ഓർഗനൈസേഷന്റെ പോളിസീസും പ്രൊസീജിയേഴ്സും പ്രാക്ടീസസ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ എത്തിക്കൽ ബിഹേവിയറിനെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള പോളിസീസും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, എത്തിക്കലി ബിഹേവ് ചെയ്യുക. പിന്നെ തെറ്റുകൾ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഫ്രോഡ് ചെയ്യാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? Yes. Yes, sir. Yes, sir. Yes, Okay. sir. അടുത്ത പോയിന്റ് ആണ് എ ഫോർമൽ എത്തിക്സ് പ്രോഗ്രാം. ഓക്കെ, ദാറ്റ് ഇൻക്ലൂഡ് എ കോഡ് ഓഫ് എത്തിക്സ് റൂൾസ് ആൻഡ് പോളിസീസ് ദാറ്റ് പ്രിസ്ക്രൈബ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ, എത്തിക്സ് ട്രെയിനിങ് ആൻഡ് എത്തിക്സ് ഓഫീസർ. ഓക്കെ, എ ഫോർമൽ എത്തിക്സ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫോർമൽ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, ലൈക്ക് പിന്നെ ഒരു എത്തിക്കൽ ഓഫീസറെ, അതായത് ഒരു കമ്പനിയിൽ എങ്ങനെയൊക്കെ എത്തിക്കലായിട്ട് ബിഹേവ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാളെ നിയമിക്കുക. ഓക്കെ, പിന്നെ കമ്പനിയുടെ എത്തിക്കൽ റൂൾസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? Yes, sir. Yes, sir. Yes, sir. ഓക്കെ, Yes, sir. സ്ക്രീനിൽ ഓരോന്നും കാണുന്നുണ്ടല്ലോ അല്ലെ, 3 പോയിന്റ്. അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. ഇത് കഴിഞ്ഞു. എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? Yes, sir. കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ആൻ എത്തിക്സ് ബേസ്ഡ് ഓൺ ഓർഗനൈസേഷൻ കൾച്ചർ. ഓക്കെ, ഓക്കെ, അതായത് അതിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ എത്തിക്കൽ കൾച്ചർ ഉണ്ടാകുന്നതിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, കുറച്ച് പോയിന്റ്സ് ഉണ്ട്, 5 പോയിന്റ്സ് ഉണ്ട്. അതെന്താന്നുള്ളത് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹയർ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി ത്രൂ മോട്ടിവേറ്റഡ് ആൻഡ് എൻഗേജ്ഡ് എംപ്ലോയീസ്. ഇതിലൂടെ എന്ത് ചെയ്യും, എല്ലാവരും എത്തിക്കലായിട്ട് ബിഹേവ് ചെയ്യുന്നതിലൂടെ, സീനിയർ മാനേജേഴ്സും അതുപോലെ തന്നെ എംപ്ലോയീസും എല്ലാവരും എത്തിക്കലായിട്ട് ബിഹേവ് ചെയ്യുന്നതിലൂടെ
അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും. എങ്ങനെ? ത്രൂ മോട്ടിവേഷൻ. ഓക്കെ, കാരണം സീനിയർ മാനേജേഴ്സ് പ്രോപ്പറായിട്ട് അവരെന്ത് ചെയ്യും? മോട്ടിവേറ്റ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അവർ അവരുടെ വർക്കുമായിട്ട് എൻഗേജ്ഡ് ആയിട്ട് നല്ല പ്രൊഡക്ടിവിറ്റി കൂടുതലായിട്ട് കിട്ടും. ഓക്കെ, ബെറ്റർ ടീം വർക്ക്. ഓക്കെ, എല്ലാവരും തമ്മിൽ ഒരു യൂണിറ്റി ഉണ്ടാവും. അപ്പോൾ ഒരു ബെറ്റർ ടീം വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫ്രോഡുകൾ കുറയും. ഹയർ ക്വാളിറ്റി ഓഫ് സർവീസ് ത്രൂ എൻഗേജ്ഡ് ആൻഡ് കമ്മിറ്റഡ് എംപ്ലോയീസ്. നല്ലത് എത്തിക്കൽ കൾച്ചറുള്ള കമ്പനിയിൽ നല്ല പ്രോപ്പറായിട്ട് എൻഗേജ് ആയിട്ട് ഓരോ കാര്യങ്ങളും എംപ്ലോയീസിന് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ഹയർ ക്വാളിറ്റി ഉള്ള സർവീസ് അവരുടെ ഭാഗത്തു നിന്നും കിട്ടും. ഓക്കെ, നമ്മുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസും ഇമ്പ്രൂവ് ആവും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? Yes, sir. യെസ് സർ. അതൊന്ന് എഴുതിയിട്ട്. കഴിഞ്ഞു. എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? യെസ് സർ. യെസ് സർ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് എ കോഡ് ഓഫ് എത്തിക്സ്. കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് ഇത് കമ്പനിയുടെ റൂൾസ് പോലെ. ഓക്കെ, കമ്പനി എന്ത് ചെയ്യാം? ഇത്രയും കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലെ? ഒരു റൂൾസ് പോലെ ഒരു ഡോക്യുമെന്റ്. ഓക്കെ, ആ ഒരു കമ്പനിയിൽ പാലിക്കേണ്ടതായിട്ടുള്ള റൂൾസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കുന്നത്. ഓക്കെ, ഒരു ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് അതൊക്കെ എന്ത് ചെയ്യുക? എംപ്ലോയീസ് പ്രോപ്പറായിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക. ഓക്കെ, അതാണ് ഈ കോഡ് ഓഫ് എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആ ഒരു ഡോക്യുമെന്റിന്റെ ഇമ്പോർട്ടൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യെസ് സർ. Yes. Okay. A code of ethics is important to the organization and its members for the following reasons. എന്തുകൊണ്ടാണ് കോഡ് ഓഫ് എത്തിക്സ് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള ആ ഒരു ഡോക്യുമെന്റ്, ഒരു പർട്ടിക്കുലർ ഡോക്യുമെന്റ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്ന ഓരോ പോയിന്റും. ഓക്കെ, in writing the code of ethics, senior management is required to define and document its expectations for the organization. ഓക്കെ, ഈ ഒരു സീനിയർ മാനേജേഴ്സ് ഈ കോഡ് ഓഫ് എത്തിക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡോക്യുമെന്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? ഇത് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. എംപ്ലോയീസിനൊക്കെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം, ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. പിന്നെ എന്താണ് ഈ ഒരു പോയിന്റ് ത്രൂ അല്ലെങ്കിൽ ഈ ഒരു കോഡ് ഓഫ് എത്തിക്സ് ത്രൂ കമ്പനി അവരുടെ ഭാഗത്ത് എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതും എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. ഓക്കെ. The code of ethics provide a common standard and understanding of the company's definition of ethical behavior by creating a reference point for the company employees. Okay. കമ്പനിന്റെ എംപ്ലോയീസിന് ഇതെന്താണ്? ഇത് റെഫറൻസ് പോയിന്റ് ആയിരിക്കണം. ഓക്കെ, അതായത് കമ്പനിയിൽ ഏത് രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യണം എന്നുള്ളതിന്റെ ഒക്കെ എന്ത് ചെയ്യണം? ഒരു റെഫറൻസ് പോയിന്റ് ആയിരിക്കണം ഈ പറയുന്ന ഈ കോഡ് ഓഫ് എത്തിക്സ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു കോഡ് ഓഫ് എത്തിക്സ് എംപ്ലോയീസിൽ തീരുമാനം എടുക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യാണ്? നമ്മള്
തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിനൊരു പ്രോപ്പർ ഫ്രെയിംവർക്ക് ആയിട്ടൊക്കെ എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് അതിനെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഇതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ. ഓക്കെ, ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഈ ഒരു കോഡ് ഓഫ് എത്തിക്സ്, അതായത് കമ്പനീന്റെ റൂൾസ് എന്ന് നമുക്ക് പറയാം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. ഓക്കെ, ആ റൂൾസും കൂടി ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. ഓക്കെ, അതൊക്കെ ഫോളോ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കമ്പനിയിൽ പ്രോപ്പർ ആയിട്ടുള്ള എത്തിക്കൽ കൾച്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാവും, ഗ്രോത്ത് ഇൻക്രീസ് ആവും. ഓക്കെ, അപ്പൊ ഗ്രോത്ത് ഇൻക്രീസ് ആവുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കൂടും. ഓക്കെ, മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഒരു എത്തിക്കൽ കൾച്ചർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഒക്കെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അത് കാരണത്താൽ നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? Yes. The reference point. Yes. Okay. The reference point created by the Code of Ethics provide a framework for the decision making when an explicit company policy does not exist. ഒരു കമ്പനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പോളിസി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ഈ ഒരു ഫ്രെയിംവർക്ക് ആയിട്ടും ഈ ഒരു കോഡ് ഓഫ് എത്തിക്സ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ആ പോയിന്റ്. ഓക്കെ, എ കോഡ് ഓഫ് എത്തിക്സ് കംപ്ലൈസ് വിത്ത് ലെജിസ്ലേഷൻ ഇൻ ദ US required by the section 406 of Sarbanes-Oxley Act of 2002 and by Security Exchange Commission regulations. ഓക്കെ, അതായത് ഇതിലൊരു കാര്യം പറയുന്നുണ്ട്. ഈ ഒരു പോയിന്റിനെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, അവർക്ക് വേണമെന്നുണ്ട്. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി ഉണ്ട്. അതായത് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനികൾക്ക് എന്താണ്, പബ്ലിക് കമ്പനിയാണ്. അല്ലാത്ത കമ്പനികൾക്ക് എന്താണ്, പ്രൈവറ്റ് കമ്പനിയാണ്. ഓക്കെ, ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ തമ്മിലുള്ള ഡിഫറൻസ്? ഈ പ്രൈവറ്റ് കമ്പനി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ അല്ലെങ്കിൽ സെക്കിൽ രജിസ്റ്റർ ചെയ്താൽ എന്ത് ചെയ്യും, സെക്കിൽ രജിസ്റ്റർ ചെയ്തത് കൂടിയാണ് അവരെന്താവുന്നത്, പബ്ലിക് കമ്പനിയായി മാറുന്നത്. ഓക്കെ, ഈ പബ്ലിക് കമ്പനിക്ക് നിർബന്ധമായും എന്തുണ്ടാക്കണം, ഒരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, പബ്ലിക് കമ്പനികൾക്ക് നിർബന്ധമായിട്ടും ഒരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടാകുന്നതിലൂടെ എംപ്ലോയീസ് എന്ത് ചെയ്യും, അതിങ്ങനെ പാലിച്ചു പോകുമ്പോൾ എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി കൂടും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ എഴുതി വെക്കുക പ്രോപ്പർലി. എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി കൂടും, അത് കാരണത്താൽ നമ്മളുടെ കമ്പനിയുടെ പ്രോഫിറ്റ് കൂടും. ഓക്കെ, ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും, ഇപ്പൊ പബ്ലിക് കമ്പനി ആകുമ്പോൾ കൂടുതൽ ആളുകൾ നമ്മുടെ കമ്പനിയിൽ ഈ ഒരു ഗ്രോത്തും കാര്യങ്ങളും പ്രോഫിറ്റും ഒക്കെ കണ്ടിട്ട് കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും, നമ്മളെ റേഷ്യോ അനാലിസിസിൽ പറയുന്ന ഓരോ അനാലിസിസും നടത്തിയിട്ട് നമ്മളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളത് നോക്കും. ഓക്കെ, ഓക്കെ, ഓക്കെ സർ. ഈ ഒരു കാര്യം പ്രോപ്പറായിട്ട് ഇത് എഴുതി വെച്ചതിന് ശേഷം ഇതിലെന്താ പറയുന്നത്, പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ആക്കുന്നതിനെ കുറിച്ചാണ് കേട്ടോ ഇത് ഈ ഒരു കാര്യം സംസാരിക്കുന്നത്. അത് അതിൽ പ്രോപ്പറായിട്ട് പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ഒന്നും പറയുന്നില്ല. സെക്കിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ എന്താണ്, പ്രൈവറ്റ് കമ്പനിയിൽ നിന്നും പബ്ലിക് കമ്പനി ആവുന്നതാണ്. ഓക്കെ, ഓക്കെ, അതൊന്ന് എഴുതിയെടുക്കും, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ, പ്രോപ്പറായിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചാൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുത്തത് എന്തൊക്കെ, നമ്മള് ഓർഗനൈസേഷണൽ എത്തിക്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ കീപ്പ് ചെയ്യേണ്ട ഒരു എത്തിക്കൽ കൾച്ചറും എത്തിക്കൽ ബിഹേവിയറിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഒരു ഓർഗനൈസേഷന്റെ എത്തിക്കൽ കൾച്ചർ എപ്പോഴും എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുക, ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളായിട്ടുള്ള എംപ്ലോയീസും സീനിയർ മാനേജേഴ്സും അതിന്റെ ആ കമ്പനിയുടെ ഓണേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒരു എത്തിക്കൽ ബിഹേവിയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിക്ക് എന്തുണ്ട്, ഒരു എത്തിക്കൽ കൾച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡോക്യുമെന്റ് ഉണ്ട്. ആ ഡോക്യുമെന്റിന് വിളിക്കുന്ന പേരാണ് എന്ത്, കോഡ് ഓഫ് എത്തിക്സ്. അതുപോലെ തന്നെ ആ കമ്പനിക്ക് കുറച്ച് കോർ വാല്യൂസ് ഉണ്ട്. എന്തൊക്കെയാണത്, ട്രാൻസ്പെറൻസി, സസ്റ്റൈനബിലിറ്റി, റെസ്പോൺസിബിലിറ്റി, അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ ഒരു കോർപ്പറേറ്റ് കൾച്ചർ എന്താന്ന് പറഞ്ഞു. ആ ഒരു കോർപ്പറേറ്റ് കൾച്ചറിൽ ഉള്ള 3 എലമെന്റ്സ് അല്ലെ, 3 കീ എലമെന്റ്സ് അല്ലെ, അതല്ലേ പറഞ്ഞ എത്തിക്കൽ ലീഡർഷിപ്പ്, അതുപോലെ തന്നെ സെറ്റ് ഓഫ് കോർ എത്തിക്കൽ വാല്യൂസ്, അതുപോലെ തന്നെ ഫോർമൽ എത്തിക്സ് പ്രോഗ്രാംസ്.
ഇത്രയും 3 കീ എലമെന്റ്സ് എത്തിക്കൽ കോർപ്പറേറ്റ് കൾച്ചറിൽ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ബേസ്ഡ് ഓൺ ആൻ ഓർഗനൈസേഷണൽ കൾച്ചർ, ഓർഗനൈസേഷന്റെ കൾച്ചറിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ്, എത്തിക്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇമ്പോർട്ടൻസ് ഓഫ് കോഡ് ഓഫ് എത്തിക്സ്, കോഡ് ഓഫ് എത്തിക്സിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ യൂസേജും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ തന്നെ പ്രൈവറ്റ് കമ്പനി സെക്യൂർ രജിസ്റ്റർ ചെയ്യുമ്പോൾ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ സെക്യൂർ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്താവും, പബ്ലിക് കമ്പനി ആവും. പബ്ലിക് കമ്പനി ആയാൽ ഷെയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഈ പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ, Yes, sir. Yes, sir. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത്രയും കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് പോവാം. പിന്നെ അടുത്ത ക്ലാസ്സിൽ ആരാണ് പ്രസന്റ് ചെയ്യാനുള്ളത്? ആരാധന ആയിരിക്കും അല്ലെ? അത് കഴിഞ്ഞിട്ട് ആരാ പ്രസന്റ് ചെയ്യാനുള്ളത്? ചേച്ചി. ഓക്കെ, മുബഷിറ എന്തായാലും ഉണ്ടാവൂല. ഓക്കെ, ടോപ്പിക്കും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ആരാ? ശിവാനിയാണോ? Yes, sir. ഓക്കെ, അപ്പൊ നാളേക്ക് ശിവാനിയും ആരാധനയും എന്ത് ചെയ്യാം, പ്രിപ്പയർ ആയി വരിക. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ആരാധനക്ക് എടുക്കാൻ പറ്റിയിട്ടോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ശിവാനി എടുക്കേണ്ടി വരും. ഓക്കെ, ഇനി ശിവാനിയും ആരാധനയും ഇല്ലെങ്കിൽ സുബിത എടുക്കേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യാം, എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വരിക. പിന്നെ അതുപോലെ തന്നെ ഹോക്കിന്റെ കേസ് പറഞ്ഞു, ഹോക്കി ഏത് രീതിയിലാണ് ടോപ്പിക് വൈസ് ആണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഇനി മുതൽ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഹോക്കും ചേർത്ത് പഠിക്കുക. ആദ്യം എന്ത് ചെയ്യുക, നോട്ട് വായിക്കുക, നോട്ടിലെ ക്വസ്റ്റ്യൻ ചെയ്യുക, പിന്നെ ഹോക്കിലെ ക്വസ്റ്റ്യൻ ചെയ്യുക. ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ കേസാണ് പറയുന്നത്. എന്നിട്ട് അടുത്ത ടോപ്പിക്ക് നോട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നോട്ട് നോക്കുക, പ്രോപ്പറായിട്ട് അത് പഠിക്കുക, അതിലുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഹോക്ക് പ്രാക്ടീസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സർ. ഓക്കെ ആണ്. അപ്പോൾ അടുത്ത Okay, ക്ലാസ് കാണാം. ഓക്കെ, ബൈ. ഓക്കെ സർ. താങ്ക് യു സർ. Thank you, sir. Thank- Bye. താങ്ക് യു.